അപ്പോസ്തലനായ പൗലോസ്ലീഹ എഫെസോസിലുള്ള സഭയ്ക്ക് എഴുതിയ ലേഖനത്തിന്റെ 6-ാം അധ്യായം, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപ ശക്തികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടുമത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. എഫെസ്യർ 6:10 ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഇത് ഒരറിയിപ്പാണ്, ഇത് ഒരാഹ്വാനമാണ്. ഫൈനലി എല്ലാത്തിൻ്റെയും അവസാനം കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു വന്ന ആ വചനങ്ങളുടെ, വാക്കുകളുടെ, വെളിപ്പാടുകളുടെ കൺക്ലൂഷനാണ് ഈ പറയപ്പെട്ട ഈ ഭാഗം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സത്യം, അന്ത്യകാലത്ത്, എൻഡ് ടൈമിൽ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും നമ്മൾ ശക്തി പ്രാപിക്കണം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇതിനകത്ത് വ്യാപരിക്കുന്നതായ ഒരു ശക്തിയുണ്ട്, ഇതിനകത്ത് വ്യാപരിക്കുന്നതായ ഒരു പവറുണ്ട്. ഹല്ലേലൂയ. എഫെസ്യർ 3:20 പൗലോസ് പറയുന്നുണ്ട്, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ. ഇതിലൊരു പവറുണ്ട്. ഇവിടെ മനുഷ്യനെ അല്ല ഉയർത്തേണ്ടത്. ആരുടെയെങ്കിലും ജീവിതത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് വിവേചിച്ച് സംസാരിച്ച് അവർക്കൊരു വിടുതൽ കൊടുത്തെങ്കിൽ അവിടെ ഉയർത്തപ്പെടേണ്ടത് യേശുവിന്റെ നാമത്തെയാണ്. ദൈവം നിങ്ങളോട് വ്യക്തിപരമായി സംസാരിച്ചുവെങ്കിൽ ദൈവം നിങ്ങളെ വ്യക്തിപരമായി അറിയുന്നു എന്നതിൻ്റെ തെളിവാണ്. ദൈവം നിങ്ങൾക്ക് സൗഖ്യം നൽകിയെങ്കിൽ ദൈവം സൗഖ്യദായകൻ എന്നുള്ളതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് നമുക്ക് ശക്തിപ്പെടേണ്ടത് കർത്താവിലും അവന്റെ അമിത ബലത്തിലുമാണ്. ആ അമിത ബലം എന്ന് പറയുന്നത് അസാധാരണമാണ്. അതിനകത്ത് മിനിമം ഇല്ല, അതിനകത്ത് മാക്സിമം ഇല്ല. ദെർ ഈസ് നോ ലിമിറ്റ്. അതിന് ഫെൻസുകളില്ല, ബൗണ്ടറികളില്ല. ദൈവത്തിന്റെ ശക്തി അചഞ്ചലമാണ്, അപ്രമേയമാണ്, അവർണ്ണനീയമാണ്, വാക്കുകൾക്ക് അതീതമാണ്. ആ ശക്തിയിൽ നാം ബലപ്പെടണം എന്ന് പൗലോസ് നമുക്ക് ആഹ്വാനം തരുന്നു. എന്തിനു വേണ്ടി? 11-ാം വാക്യം, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന്. അപ്പോ സാത്താന്യ തന്ത്രങ്ങളെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നു. പിശാചിന് ശക്തിയില്ല, പിശാചിന് ആയുധമില്ല. കാരണം കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നു, സാത്താനെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിന്മേൽ യേശു ക്രിസ്തു ജയോത്സവം കൊണ്ടാടി. അങ്ങനെങ്കിൽ ആയുധം വെച്ച് കീഴടങ്ങിയവനാണ് സാത്താൻ. അവന്റെ കയ്യിൽ ആയുധങ്ങൾ ഇല്ല. ആയുധങ്ങൾ അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു,
പക്ഷെ ആ ആയുധങ്ങളെ നിഷ്ഫലമാക്കി കളഞ്ഞു. പക്ഷെ ഇന്ന് അവന്റെ പക്കൽ ഉള്ളത് തന്ത്രങ്ങളാണ്. അതാണ് പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞത്, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അപ്പോൾ പിശാച് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നവനാണ്. അവന്റെ തന്ത്രമാണ് സംശയം, അവന്റെ തന്ത്രമാണ് ഭയം, അവന്റെ തന്ത്രമാണ് കുറ്റബോധം, അവന്റെ തന്ത്രമാണ് ആകുലപ്പെടുത്തുക. അവന്റെ തന്ത്രങ്ങൾ ധാരാളമുണ്ട്, അനവധിയുണ്ട്, ഒട്ടനവധിയുണ്ട്. എന്നാൽ ആ തന്ത്രങ്ങളോട് നിങ്ങൾക്ക് എതിർത്ത് നിൽക്കാൻ കഴിയണം. പൈശാചിക തന്ത്രങ്ങളെ അനുകൂലിച്ചാൽ, പൈശാചിക തന്ത്രങ്ങളെ താലോലിച്ചാൽ അതൊരു പക്ഷേ നമ്മളെ പരാജയത്തിലേക്ക് കൊണ്ടുപോയേക്കാം. എന്നാൽ ഭോഷ്ക് പറയുന്നവനായ സാത്താന്റെ തന്ത്രങ്ങളെ നമുക്ക് എതിർത്ത് നിൽക്കുവാൻ കഴിഞ്ഞാൽ, അതിന് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുവാൻ കഴിഞ്ഞാൽ അവന്റെ മേൽ നമുക്ക് ജയം ഉണ്ടാകും. ഞാൻ എൻ്റെ മെസ്സേജിന്റെ പ്രധാന ഭാഗത്തിലേക്ക് വരികയാണ്. എവിടെയൊക്കെയാണ്? അടുത്ത 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ നമുക്ക് പോരാട്ടം ഉള്ളത്. അപ്പം നമുക്ക് ഒരു ഫൈറ്റിംഗ് ഉണ്ട്, നമുക്ക് ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് ഒരു ബാഡ് ഫൈറ്റ് അല്ല, ആ ഫൈറ്റ് ഒരു ഗുഡ് ഫൈറ്റ് ആണ്. അതുകൊണ്ടാണ് പൗലോസ് തന്റെ നിര്യാണ കാലം അടുത്തപ്പോൾ താൻ വെളിപ്പെടുത്തിയത്, ഞാൻ നല്ല പോർ പൊരുതു. ഞാൻ ഒരു ചീത്ത പോരാട്ടത്തിലല്ലായിരുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ ഓട്ടം തികച്ചു, എൻ്റെ വിശ്വാസം ഞാൻ കാത്തു. ഇനി നീതിയുടെ കിരീടം അവൻ എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു, എനിക്ക് മാത്രമല്ല അവനിൽ പ്രിയം വെച്ച ഏവർക്കും തന്നെ. അപ്പോൾ ഇതൊരു ഗുഡ് ഫൈറ്റ് ആണ്. ഈ ഫൈറ്റിൽ നാം ജയിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. സാത്താന്യ സൈന്യത്തോട് ദിനം പ്രതി പോരാടി വിജയം കൈവരിക്കേണ്ടതായ ഒരു യുദ്ധഭൂമിയാണ് ക്രിസ്തീയ ജീവിതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിൽക്കുന്നത് ഒരു പ്ലേ ഗ്രൗണ്ടിലല്ല, നമ്മൾ നിൽക്കുന്നത് ഒരു വാർ റൂമിലാണ്. ഹല്ലേലൂയ, ഒരു വാർ ഫീൽഡിലാണ്. ആ ഒരു ബോധ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എവിടെയൊക്കെയാണ്? ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാലേ താഴോട്ട് വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. എവിടെയൊക്കെയാണ് നമുക്ക് പോരാട്ടമുള്ളത്? എന്താണ് ഈ പോരാട്ടം? പെന്തിക്കോസുകാരുടെയും വിശ്വാസികളുടെയും ക്രിസ്ത്യാനികളുടെയും ഒരു സ്ഥിരം പദപ്രയോഗമാണ്, സ്ഥിരം പല്ലവിയാണ് ഈ പോരാട്ടം എന്ന് പറയുന്നത്. ചുമ്മാ വാ തുറന്നാൽ എല്ലാം പോരാട്ടമാണെന്ന് പറയുന്ന ഒത്തിരി പേരെ നമ്മൾ കാണാറുണ്ട്. എൻ്റെ ബ്രദറെ, എന്നാന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല, വീട്ടിൽ ഭയങ്കര പോരാട്ട, ലൈഫിൽ ഭയങ്കര പോരാട്ട, പിശാച് എന്നോടങ്ങ് പോരാടുക എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. എന്നാൽ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടുമാണ് എന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫൈറ്റിംഗ് എവിടെയാണ് നടക്കുന്നത്? ഏതൊക്കെ മേഖലയിലാണ് നമ്മൾ ജയിക്കേണ്ടത്? നമ്മൾ ജയിക്കേണ്ട സ്ഥലങ്ങൾ എവിടൊക്കെയാണ്? വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം, എവിടെയൊക്കെയാണ് നാം ജയം കൈവരിക്കേണ്ടത്. ഈ പോരാട്ടം അടിക്കുന്നത് എവിടെയാണ്? അത് പൗലോസ് പറഞ്ഞിട്ടാണ് ഈ 6-ാം അധ്യായത്തിലേക്ക് വരുന്നത് കേട്ടോ. ഞാൻ അതൊന്ന് പെട്ടെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു വിടാൻ പോവാണ്. 5-ാം അധ്യായത്തിന്റെ 21, 22 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്, ഭാര്യമാരെ കർത്താവിനെന്നതുപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. അപ്പോൾ എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ കടമകൾ, കർത്തവ്യങ്ങൾ പൗലോസ് വ്യക്തമാക്കുകയാണ്. ആദ്യത്തെ വാർ ഫീൽഡ് എന്ന് പറയുന്നത്, പോരാട്ട മേഖല എന്ന് പറയുന്നത് വെളിയിലല്ല, നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിൽ തന്നെയാണ്.
ഏറ്റവും കൂടുതൽ നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കുന്നു, നമ്മൾ ആരാധിക്കുന്നു, നമ്മൾ ഇന്ന് ഈ ചർച്ചിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു ഇന്നത്തെ മീറ്റിംഗ്. ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും കൂടെ കാറിനകത്ത് കയറി തിരിച്ചു പോകുന്ന ഒരു രംഗമുണ്ട്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവസന്നിധിയിൽ ആരാധിച്ചും ഒക്കെ പ്രാപിച്ചതിനെ വഴക്കുണ്ടാക്കിയും തർക്കിച്ചും സംസാരിച്ചും സംശയിച്ചും നഷ്ടപ്പെടുത്തി കളയരുത്. ഹല്ലേലൂയ. ഒരു ബലൂൺ വീർക്കുന്നത് പോലെ വീർത്താണ് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. വെളിയിൽ ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങളുടെ വാക്കുകളാകുന്ന അമ്പുകൾ, നിങ്ങളുടെ പ്രവൃത്തികളാകുന്ന അമ്പുകൾ ഇതിനകത്ത് വന്ന് കുത്തി പൊട്ടിച്ചു കളയുന്ന അനുഭവങ്ങൾ ഉണ്ടാകരുത്. ആ സന്തോഷത്തെ, ആ പ്രാപിച്ച ദൈവകൃപയെ, നിങ്ങൾക്ക് ഇന്ന് ലഭ്യമായിരിക്കുന്ന ഈ ആത്മീക സന്തോഷത്തെ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു മേഖലയാണ്. ഒന്നാമത്തെ പോരാട്ട ഭൂമി, ഫൈറ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത് ഭാര്യ ഭർത്തൃബന്ധത്തിലാണ്. ഒരു ഭാര്യ ഭർത്താവിന് വിധേയപ്പെട്ടിരിക്കണം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ സാത്താൻ ആദ്യം പോരാടിയത് കുടുംബത്തോടല്ലേ? സാത്താൻ ആദ്യം തകർക്കാൻ ശ്രമിച്ചത് കുടുംബത്തെ അല്ലേ? സാത്താൻ എതിർത്തത് ആ ഫാമിലിയോടല്ലേ? അവൻ അസൂയ ഉണ്ടായത് ആ കുടുംബത്തോടല്ലേ? പിശാച് എപ്പോഴും കുടുംബങ്ങളെ ഫോക്കസ് ചെയ്യുന്നു, ഫാമിലികളെ ഫോക്കസ് ചെയ്യുന്നു, സംശയങ്ങൾ വിതയ്ക്കാൻ ശ്രമിക്കുന്നു, കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ കുടുംബ ജീവിതത്തെ കർത്താവിന്റെ പരിശുദ്ധ രക്തത്തിലും തന്റെ വചനത്തിലും ദൈവകൃപയിലും സൂക്ഷിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. എന്നാൽ രണ്ടാമത്തെ പോരാട്ട മേഖല എന്ന് പറയുന്നത് 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യമാണ്. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുന്നത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകാൻ, നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിക്കാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദി കൽപ്പനയാകുന്നു. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ. രണ്ടാമത് നമുക്ക് ഏറ്റവും വലിയ പോരാട്ടം അടിക്കുന്ന മേഖലയാണ് പിള്ളാരെ വളർത്തുന്ന മേഖല. ആരും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. അവരോട് 2 ചാട്ടം ചാടി കുറെ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാ സന്തോഷവും നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകത്തില്ലേ? നമ്മൾ എത്ര ശുശ്രൂഷകരാണെങ്കിലും, നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും, നമ്മൾ എത്ര ദൈവകൃപയിൽ നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണെങ്കിലും, നമ്മുടെ തലമുറകൾ നശിച്ചു പോയാൽ, നമ്മുടെ തലമുറകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ അത് ഏറ്റവും ഭാരമുള്ള, ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ ഏറ്റവും വലിയ മേഖല മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം, പേരൻസുമായിട്ടുള്ള ബന്ധം. നിങ്ങളുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം ഏത് നിലയിലാണ്? മകനെ, നിനക്ക് നന്മയുണ്ടാകാൻ, ഭൂമിയിൽ ദീർഘായുസ്സോടിരിക്കാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്ക എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുമ്പോൾ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് നമ്മുടെ മേൽ ദൈവാനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിച്ചാൽ അതിന് പ്രയോജനമുണ്ട്. അതൊരു പ്രത്യേക ഒരു വാർ മേഖലയാണത്. ദാവീദ് എന്ന് പറയുന്ന മനുഷ്യന് ഏറ്റവും ശക്തമായി എതിർപ്പുകൾ നിന്നത് ദാവീദിന്റെ ഭവനത്തിൽ നിന്ന് തന്നെയാണ്, കുടുംബ പശ്ചാത്തലത്തിൽ തന്നെയാണ്. ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിച്ചത് തന്റെ സഹോദരന്മാരിൽ നിന്ന് തന്നെയാണ്, അകത്തു നിന്ന് തന്നെയാണ്. അപ്പോൾ ഈ പുറത്തുള്ള പല കാര്യങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യുന്നവരാണ്, പുറത്തുള്ള പല യുദ്ധങ്ങളെയും നമ്മൾ നേരിടുന്നവരാണ്. പക്ഷെ നമ്മുടെ വീട്ടിനകത്ത് നടക്കുന്ന പല യുദ്ധങ്ങളും നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാതെ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നവരാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, 1 ഭാര്യ ഭർത്തൃബന്ധത്തെ ദൈവകൃപയിൽ നിലനിർത്തണം, 2 മക്കളും മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തെ ദൈവകൃപയിൽ നിലനിർത്തണം. മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കുമ്പോൾ തന്നെ മാതാപിതാക്കളോട് ദൈവം പറയുന്നു, പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ, പിള്ളാരെ ചുമ്മാ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വഴക്ക് പറഞ്ഞ്, വായി വന്നത് മുഴുവൻ വിളിച്ചു പറഞ്ഞ്, നിന്റെ മക്കളെ കോപിപ്പിക്കാതെ, വെറുതെ അവരെ ദേഷ്യപ്പെടുത്താതെ, അവരെ കൊണ്ട് നിങ്ങൾ അവരെ ഈ ഒട്ടും കടിക്കാത്ത നായാണെങ്കിലും അതിനെ കമ്പ് കൊണ്ട് ഇട്ട് കുത്തി അതിനെ കടിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ മക്കളെ കൊണ്ട് ഒരിക്കലും തെറ്റ് ചെയ്യിക്കുവാൻ ഇടവരുത്തരുത്. അവരെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും അവരെ പോറ്റി വളർത്തുകയും. ചേർന്നൊരാമീൻ പറഞ്ഞേ.
അവർക്ക് ശിക്ഷണം കൊടുക്കണ്ട, ശിക്ഷയല്ല, ശിക്ഷണം കൊടുക്കണ്ട, അവരെ ഡിസിപ്ലിൻ ചെയ്യരുത് എന്നല്ല ബൈബിൾ പറയുന്നത്. നിങ്ങളുടെ മക്കളെ ഡിസിപ്ലിൻ ചെയ്യണം, അവർക്ക് കൊടുക്കേണ്ട ശിക്ഷണം കൊടുക്കണം, അവരെ തിരുത്തേണ്ടടുത്ത് തിരുത്തണം. പക്ഷേ പേരൻസ് കുഞ്ഞുങ്ങളെ എല്ലാ കാര്യത്തിലും കോപിപ്പിക്കുന്നവരാകാതെ, പ്രൊവോക്ക് ചെയ്യുന്നവരാകാതെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതൊരു ഫൈറ്റിംഗ് മേഖലയാണ്. പിള്ളേരുമായിട്ട് വഴക്കടിച്ചു കഴിഞ്ഞാൽ സകല മൂടും പോകുന്ന മാതാപിതാക്കൾ ഒരു സ്വത്രം പറഞ്ഞ് ആണ്ട കൈപൊക്കി. കണ്ടോ, പിള്ളേരുമായിട്ട് വഴക്കായി കഴിഞ്ഞാൽ എല്ലാ മൂടും നഷ്ടപ്പെട്ടു പോകും. അത് കൈവൊക്കാതിരുന്നവർ എന്താ കൈവൊക്കാഞ്ഞെന്നാണ് എൻ്റെ ചോദ്യം. അത് സത്യമാണ്. ആ കൈവൊക്കിയവർ നിഷ്കളങ്കമായി കൈവൊക്കിയവരാണ്. അതൊരു നേരായിട്ടുള്ള കാര്യമാണ്. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും, നമ്മൾ എത്ര ആരാധിച്ചാലും, നമ്മൾ എത്ര കൈയടിച്ചാലും, എത്രയെത്ര പ്രസംഗങ്ങൾ ഇവിടുന്ന് കേട്ടിട്ട് പോയാലും, വീട്ടിൽ ചെന്ന് പിള്ളേരോട് വഴക്കായി, ഭർത്താവിനോട് വഴക്കായാൽ, ഞാൻ ഇങ്ങനെ അതിനൊരു ഉദാഹരണം പറയുന്നത്, ഒരു പക്ഷി പകൽ മുഴുവൻ പറന്നു നടക്കുന്നു, പകൽ മുഴുവൻ പറന്നു നടന്ന് അതിനിഷ്ടം പോലെ ഭക്ഷണം കിട്ടുന്നു, കൊത്തിപ്പറക്കുന്നു, അതിന് വേണ്ടുന്ന ഫുഡെല്ലാം അവിടുന്ന് ഇവിടുന്ന് എല്ലാം കിട്ടുന്നു. ഇത് കഴിഞ്ഞൊരു 5:30-6 മണിയാകുമ്പോൾ ഇതൊരു കൂട്ടിനകത്തോട്ട് പോയി കയറും, ഇതൊരു പൊത്തിനകത്തോട്ട് പോയി കയറും. ഈ കൂട്ടിനകത്ത് അടിപിടിയാണെങ്കിൽ, ഈ കൂട്ടിനകത്ത് കൊത്തുകൂടുകയാണെങ്കിൽ, പകൽ മുഴുവൻ പറന്നു നടന്ന് ഇത് മുഴുവൻ കൊത്തിപ്പുറക്കി തിന്നത് കൊണ്ട് അതിനെന്ത് പ്രയോജനം? എന്നാൽ പകൽ മുഴുവൻ പറന്നു നടന്നിട്ടും അതിന് ഒരു ഭക്ഷണവും കിട്ടിയില്ലെങ്കിലും സന്ധ്യയ്ക്ക് ചെന്ന് കയറുന്ന കൂട്ടിനകത്ത് സ്വസ്ഥമായിരിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അത് പ്രത്യേകമായി നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്. അതുകൊണ്ട് ഒന്ന്, ഭാര്യ ഭർത്തൃ ബന്ധത്തെ ദൈവകൃപയിൽ നിലനിർത്തണം. അതൊരു ഒരു 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 യുദ്ധം, ഒരു പോരാട്ടത്തിന്റെ മേഖലയാണ്. 2, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ദൈവകൃപയിൽ നിലനിർത്തണം. അതൊരു പോരാട്ടത്തിന്റെ മേഖലയാണ്. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത് 5 മുതലുള്ള വാക്യമാണ്. ദാസന്മാരെ, ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിക്കുവീൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവയാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവ ഇഷ്ടം മനസ്സോടെ ചെയ്യുവീൻ. എന്നിട്ട് അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ട്, അവന്റെ പക്കൽ മുഖപക്ഷമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരോട് പെരുമാറുവീൻ, ഭീഷണി വാക്ക് ഒഴിവാക്കുവീൻ. 3-ാമത്തെ മേഖല എന്നറിയാമോ? നിങ്ങളുടെ വർക്കിംഗ് പ്ലേസ് ആണ്, നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന മേഖലകൾ. അവിടെ ഉണ്ടാകുന്നതായ അസ്വസ്ഥതകൾ, ദാസന്മാരും യജമാനന്മാരും തമ്മിലുള്ള വിഷയങ്ങൾ കണ്ടോ. ഇവിടെ മീതെ ഉള്ളവരോട് 5-ാം വാക്യത്തിൽ, ദാസന്മാരെ യജമാനന്മാരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിൽ ഏകാഗ്രതയോടും ഭയത്തോടും കൂടെ അനുസരിക്കുവീൻ. നമുക്ക് മീതെ ഉള്ളവരെ നാം അനുസരിക്കുമ്പോൾ ഒരു വലിയ സമാധാനം നമുക്കുണ്ടാകും. നമ്മൾ വിധേയത്വം പ്രാപിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സ്വസ്ഥത ഉണ്ടാകും. എനിക്ക് മീതെയുള്ള ദൈവപുരുഷനോട്, എനിക്ക് മീതെയുള്ള എൻ്റെ ബോസിനോട്, എനിക്ക് മീതെയുള്ള എൻ്റെ പേരൻസിനോട്, എന്നെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന എൻ്റെ അധ്യാപകരോട് എനിക്കൊരു സബ്മിഷൻ ഉണ്ടെങ്കിൽ, ഒരു വിധേയത്വമുണ്ടെങ്കിൽ, ആ വിധേയത്വത്തിന് ഭയങ്കര ഒരു മനോഹരത്വമുണ്ട്, അതിൽ അനുഭവിക്കുന്ന വലിയൊരു സമാധാനമുണ്ട്. ഹല്ലേലൂയ. കുഞ്ഞുണ്ണി മാഷ് എന്ന് പറയുന്ന പ്രശസ്തനായ സാഹിത്യകാരൻ പറഞ്ഞ തന്റെ കവിതയിൽ ഒരു പരാമർശമുണ്ട്. ഗുരുത്വമില്ലാത്തവൻ എത്ര കരുത്തനാണെങ്കിലും കരുതിക്കൂട്ടി വരുത്തും അവൻ വിനകളേറെ. ഗുരുത്വമില്ലാത്തവൻ എത്ര കരുത്തനാണെങ്കിലും അവൻ കരുതിക്കൂട്ടി വരുത്തും വിനകളേറെ. ഗുരുത്വം എന്ന് പറയുന്നത് ഒരു വലിയ ദൈവാനുഗ്രഹമാണ്. ഒരാമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എന്നിട്ട് 9-ാമത്തെ വാക്യത്തിൽ യജമാനന്മാരോട്, പാസ്റ്റർമാരോട്, മേലധികാരികളോട്, നിങ്ങളൊരു കമ്പനി നടത്തുന്ന ആളാണെങ്കിൽ ആ കമ്പനിയുടെ മാനേജരോട്, അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാപകനോട് ദൈവം പറയുന്നു, യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ടാകാം, നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നവരുണ്ടാകാം. നിന്റെ സ്റ്റാഫും നീയും ഒറ്റ മുഖത്തേക്കാ നോക്കുന്നേ. യജമാനനും ദാസനും ഒരു സ്ഥലത്ത് തന്നെ ചെന്ന് നിൽക്കാൻ പോകുന്നേ. യജമാനന്റെയും ദാസന്റെയും ദൈവം ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് നിന്റെ കീഴേ നിൽക്കുന്നവരെ, നിന്റെ കൂടെ പണിയെടുക്കുന്നവരെ നീ ഭീഷണി വാക്ക് പറയുകയും അവരോട് ആ നിലകളിൽ പെരുമാറുകയും ചെയ്യരുത്. കാരണം നിന്റെയും അവന്റെയും യജമാനൻ സ്വർഗത്തിലുണ്ട്. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നു? നിന്റെയും അവന്റെയും യജമാനൻ സ്വർഗത്തിലുണ്ട്. ഈ പ്രധാനപ്പെട്ടതായ 3 മേഖലകളിൽ ജയിച്ചാൽ, ഞാൻ പറയട്ടെ,
പോരാട്ടം എല്ലാം അവസാനിച്ച് നമ്മൾ സ്വസ്ഥമാകാൻ പോവുകയാണ്. കുടുംബ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷമുള്ളവരായാൽ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിങ്ങൾ വിജയം കൈവരിച്ചാൽ, തെറ്റായ ബന്ധങ്ങളിൽ പെട്ടുപോകാതെ, പൈശാചികമായ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതെ, സാത്താന്റെ ഭോഷ്കുകൾ വിശ്വസിച്ച് നീ ഉടമ്പടി ചെയ്ത നിന്റെ ഭാര്യയോട്, നീ ഉടമ്പടി ചെയ്ത നിന്റെ ഭർത്താവിനോട് ആ ബന്ധത്തിൽ വിശ്വസ്തത പുലർത്തിക്കൊണ്ട് നിലകൊള്ളാൻ കഴിഞ്ഞാൽ ഒരു മേഖല നീ ജയിച്ചു. രണ്ടാമത് നിന്റെ തലമുറകളാണ്. ആ തലമുറകളെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും ദൈവകൃപയിലും വളർത്തുവാൻ സാധിച്ചാൽ അവിടെ നിങ്ങൾ മറ്റൊരു മേഖല ജയിച്ചു. കുഞ്ഞുങ്ങളെ കോപിപ്പിക്കാതെ ദൈവകൃപയിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ മറ്റൊരു മേഖല ജയിച്ചു. നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഒരു ചർച്ചിലായിരിക്കാം, നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഒരു ഓഫീസിലായിരിക്കാം, നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഒരു കമ്പനിയിലായിരിക്കാം, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലിലായിരിക്കാം. ആ ഹോസ്പിറ്റലിന്റെ അധികാരങ്ങൾക്ക് നിങ്ങൾ സബ്മിസീവ് ആയിരുന്നാൽ നിന്റെ ജോലി മേഖലയിലും നീ വിജയിച്ചു. ഹല്ലേലൂയ. സത്യം പറഞ്ഞാൽ 100-ൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ 100% പല പോരാട്ടങ്ങളെയും ഈ 3 മേഖലയിലൂടെ ഓവർകം ചെയ്യാം. ആരും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. എന്നാൽ അതിപ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലോട്ട് ഞാൻ കയറി വരികയാണ്. ഇത്രയും പറഞ്ഞിട്ട് പൗലോസ് പറയുന്നു, ഒരു അൺസീൻ വേൾഡ് ഉണ്ട്, നമുക്ക് കാണാൻ പറ്റാത്ത ഒരു അദൃശ്യ മേഖലയുണ്ട്. ആ അദൃശ്യ മേഖലകളിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഫൈറ്റുകളെ നമുക്ക് ജയിക്കുവാൻ കഴിയണമെങ്കിൽ 14-ാമത്തെ വാക്യം, 13 വായിക്കുന്നത് നല്ലതാ. അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർക്കുവാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. എന്തൊക്കെയാണത്? നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ടും നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും. ഈ കംപ്ലീറ്റ് ആർമർ ഓഫ് ഗാഡിൽ, ദൈവത്തിന്റെ സർവായുധ വർഗങ്ങളിൽ പ്രധാനമായും 6 കാര്യങ്ങളാണ് സാധാരണ എല്ലാവരും പറയാറുള്ളതും ശ്രദ്ധിക്കാറുള്ളതും പഠിപ്പിക്കാറുള്ളതും. നിങ്ങൾ ഗൂഗിളിൽ എങ്ങാനും കയറി ദ ആർമർ ഓഫ് ഗാഡ്, ദ കംപ്ലീറ്റ് ആർമർ ഓഫ് ഗാഡ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് 6 കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. പക്ഷെ ഞാൻ ഇത് ശ്രദ്ധയോടെ വായിക്കുമ്പോൾ 6 എണ്ണമല്ല, 7 കാര്യങ്ങളുണ്ട്. ദൈവം ഒരു വിശ്വാസിക്ക്, ഒരു ദൈവ പൈതലിന് നൽകിയിരിക്കുന്ന 7 ആയുധങ്ങൾ. ഈ ആയുധം എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ബിഹൈൻഡ് ദ സ്ക്രീനിൽ ഒരു സാധനമുണ്ട്. എന്നാണെന്നറിയോ? യുദ്ധം. ആയുധം എന്തിനുള്ളതാണ്? ഷോക്കേസിൽ വെക്കാനുള്ളതാണോ? ആയുധം യുദ്ധത്തിനുള്ളതാണ്. അപ്പോൾ ദൈവ പൈതലിന് സ്വർഗത്തിലെ ദൈവം സർവ ആയുധ വർഗം നൽകുന്നെങ്കിൽ ആ നൽകിയിരിക്കുന്ന ആയുധം ഉപയോഗിക്കുവാനുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്ന, ദൈവകൃപയിൽ നിലകൊള്ളുന്ന ഒരു ദൈവ പൈതലിന് ദൈവം പൈശാചിക മണ്ഡലങ്ങളെ ജയിക്കുവാൻ, ഒരു ജയജീവിതം നയിക്കുവാൻ നൽകിയിരിക്കുന്ന 7 ആയുധങ്ങൾ. 1, 14-ാമത്തെ വാക്യത്തിൽ നിന്ന് അരയ്ക്ക് സത്യം കെട്ടുക. അരയ്ക്ക് സത്യം കെട്ടുക. ഹല്ലേലൂയ. അതൊരു ബെൽറ്റാണ്, സത്യത്തിന്റെ ഒരു ബെൽറ്റ്. ആയുധങ്ങൾ എന്നൊക്കെയാന്ന് കേട്ടോണം. 2, നീതി എന്ന കവചം. 3, സമാധാന സുവിശേഷത്തിനായി ഉള്ള ഒരുക്കം, കാലിന് ചെരുപ്പ്, സുവിശേഷത്തിന്റെ ചെരുപ്പ്. 3-ാമത്തെ ആയുധം സുവിശേഷത്തിന്റെ ചെരുപ്പ്. 4, ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച. 5, രക്ഷ എന്ന ശിരസ്ത്രം, ഹെൽമറ്റ്, രക്ഷ എന്ന ശിരസ്ത്രം. 6, ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്. ശ്രദ്ധിച്ചോണം, ഞാനിത് പറയാൻ ശ്രദ്ധിച്ചെങ്കിലേ അടുത്തത് പിടികിട്ടുള്ളൂ. ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്. 7-ാമത്തെ കാര്യം എന്നാണെന്നറിയാമോ? 7-ാമത്തെ പ്രധാന ആയുധം ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, praying in spirit. ഈ 7 കാര്യങ്ങൾ നിങ്ങളുടെ ക്രിസ്ത്യൻ ലൈഫിൽ നിങ്ങളെ ജയിപ്പിക്കുന്നതാണ്. നിങ്ങൾക്കറിയാമോ, ഈ യുദ്ധത്തിന് ഒരേ ഒരു ആയുധമാണ്
വ്യക്തിപരമായി ഉപയോഗിക്കാൻ നൽകിയിരിക്കുന്നത്. ബാക്കിയെല്ലാം സുരക്ഷയ്ക്കായുള്ള മുൻകരുതലാണ്. ഒരിക്കലും ഹെൽമെറ്റ് ഇളക്കി അടിക്കത്തില്ല. ഈ നീതിയുടെ കവചം പറിച്ചടിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം സുരക്ഷയ്ക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. ഈ ഹെൽമറ്റും ഈ കവചവും ഈ ബെൽറ്റും ഈ ചെരുപ്പുമെല്ലാം സുരക്ഷയ്ക്കായിട്ടുള്ളതാണെങ്കിലും ഉപയോഗിക്കാൻ എപ്പോഴും ഉപയോഗിക്കാൻ നൽകിയിരിക്കുന്ന ഒറ്റ ആയുധമേ ഉള്ളൂ ഇതിനകത്ത്. അത് ദൈവവചനമെന്ന ആത്മാവിന്റെ വാളാണ്. യു അണ്ടർസ്റ്റാൻഡ് മീ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ഒരു പടയാളിയെ നിങ്ങൾ നോക്കുമ്പോൾ, ഒരു റോമൻ സോൾജിയറെ നിങ്ങൾ നോക്കുമ്പോൾ, ആ റോമൻ സോൾജിയറിൽ എല്ലാ കാര്യങ്ങളും അതിൽ ക്രമീകരിച്ചിരിക്കുന്നെങ്കിലും ആ മനുഷ്യൻ ഉപയോഗിക്കുന്നത്, യൂസ് ചെയ്യുന്നത് ആ കയ്യിൽ പിടിച്ചിരിക്കുന്ന വാളാണ്. എത്ര അറ്റാക്കുകൾ നിങ്ങൾക്കെതിരെ വന്നാലും, ഏതെല്ലാം പ്രതിസന്ധികൾ നിങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റാലും, അതിനെയൊക്കെ വെട്ടാൻ ഒരു സാധനം ദൈവം നിന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഓ ഹല്ലേലൂയ. ഞാനിന്ന് ആത്മാവില വാളുകൾ കൂട്ടിമുട്ടുന്ന ശബ്ദം കേട്ടുകൊണ്ട് നിങ്ങളോട് പ്രവചിക്കുകയാണ്. നിനക്ക് വിരോധമായി ശത്രു ഉയർത്തി വിടിച്ചിരിക്കുന്ന സകല എതിരുകളെയും, സകല തിന്മകളെയും, സകല ശക്തികളെയും വെട്ടിക്കളയാൻ, യേശു വെട്ടിയതുപോലെ വെട്ടിക്കളയാൻ, വ്യക്തിപരമായി ഉപയോഗിക്കാൻ അധരത്തിൽ തന്നിരിക്കുന്ന ആത്മാവെന്ന വാളിനായി സ്തോത്രം ചെയ്യാൻ എത്ര പേര് തയ്യാറാണ്? ഈ നമ്മുടെ കർത്താവ് സകലത്തിലും മാതൃകയാണ്. യേശു കർത്താവിനെ പരീക്ഷിക്കാൻ സാത്താൻ വന്നു. സാത്താൻ യേശുവിനെ പരീക്ഷിക്കാൻ വന്ന സമയത്ത് യേശു ഉപയോഗിച്ചത് ഈ വാളാണ്. പിശാച് പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരാൻ പറ. യേശു കർത്താവ് പിശാചിനോട് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടും തിരുവെഴുത്ത് കൊണ്ടും ജീവിക്കുന്നെന്ന് എഴുതിയിരിക്കുന്നല്ലോ. എഴുതപ്പെട്ട വചനത്തെയാണ് യേശു അധരത്തിലെടുത്തത്. സാത്താൻ പറഞ്ഞു, നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് നൽകിത്തരാം. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിച്ച് ആരാധിക്കാവൂ എന്നാണ് ഈ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, വചനം എടുത്താണ് യേശു അവനെ വെട്ടിയത്. അടുത്ത വാക്യത്തിൽ പറയുന്നു, കുറെ നാളത്തേക്ക് സാത്താന് അവനെ പരീക്ഷിക്കാൻ കഴിയാതെ വിട്ടുപോയി എന്നാണ്. ആ വിട്ടുപോയ സീസണിലാണ്, സാത്താന് പരീക്ഷിക്കാൻ കഴിയാതെ അവനെ വിട്ടുപോയ സീസണിലാണ് അന്ധന്റെ കണ്ണ് തുറന്നത്, പച്ചവെള്ളം വീഞ്ഞായത്, ചെകിടന്റെ ചെവി കേട്ടത്, ഊമൻ സംസാരിച്ചത്. യേശുവിന്റെ നാമത്തിൽ ഓ പൈശാചിക മണ്ഡലം നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ കുടുംബ ജീവിതത്തിനെതിരെ, നിന്റെ ബന്ധങ്ങൾക്കെതിരെ, നിന്റെ നന്മകൾക്കെതിരെ, നിന്നെ മാനസികമായി അസ്വസ്ഥമാക്കുവാൻ പോരാടുന്ന ഇരുളിന്റെ ശക്തികളെ വചനമെന്ന വാളുകൊണ്ട് വെട്ടുക. 1 എഫെസ്യർ 6:14 നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും ദ ബെൽറ്റ് ഓഫ് ട്രൂത്ത്. പറഞ്ഞ് ദ ബെൽറ്റ് ഓഫ് ട്രൂത്ത്. ഒരു ദൈവ പൈതലിന്റെ അരയ്ക്ക് കെട്ടിയിരിക്കുന്ന ഒന്നാണ് സത്യമെന്ന ബെൽറ്റ്. സത്യസന്ധത. പറഞ്ഞേ സത്യസന്ധത. കാരണം ഞാൻ പ്രസംഗിക്കുന്നത് സത്യദൈവമാണ്. സത്യദൈവത്തെയാണോ പ്രസംഗിക്കുന്നത്? ഞാൻ വിളിച്ചു പറയുന്നത് സത്യവചനമാണ്. ഞാൻ അറിയിക്കുന്നത് സത്യസുവിശേഷമാണ്. എന്നിൽ വ്യാപരിക്കേണ്ടത് സത്യത്തിന്റെ ആത്മാവാണ്. ഇത് മുഴുവൻ സത്യമാണ്. എന്നാൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാം, ആത്മീയ സമൂഹത്തിൽ നിന്നും സത്യസന്ധത ഒത്തിരി കുറഞ്ഞിരിക്കുന്നു. വിച്ച് വൺ ഈസ് റൈറ്റ്, വിച്ച് വൺ ഈസ് റോങ്, ഏതാ ശരി ഏതാ തെറ്റ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത നിലകളിൽ വിശ്വാസികളും ആത്മീയ സമൂഹവും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നു. ഇവിടെ
സത്യവും സത്യസന്ധതയും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും ജീവിക്കുമ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട്, എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു ഉപദേശം: ജീവൻ പോകേണ്ടി വന്നാലും തല പോകേണ്ടി വന്നാലും സത്യത്തിനും നേരിനും വേണ്ടി നിൽക്കണം. നമ്മുടെ ഭാരതത്തിന്റെ സ്ലോഗൻ അതാണ്: സത്യമേവ ജയതേ. സത്യമേ ജയിക്കത്തുള്ളൂ. ഇച്ചിരി സമയം എടുക്കുന്നേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭോഷ്കും തെറ്റിദ്ധാരണയും അപവാദ പ്രചരണങ്ങളും കള്ളത്തരങ്ങളും വേഷം കെട്ടി എറണാകുളത്ത് നിന്ന് ഇറങ്ങി അങ്ങ് അമേരിക്കയിൽ ചെല്ലു കഴിയുമ്പോഴും സത്യം കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടു തുടങ്ങുകയുള്ളൂ. സത്യം കൊച്ചിയിൽ നിന്ന് ഡ്രസ് ചെയ്ത് ഇറങ്ങുന്നതേ ഉള്ളൂ. തെറ്റിദ്ധാരണയും ഭോഷ്കും വേഷം കെട്ടി എവിടെ വരെ എത്തി? അമേരിക്ക വരെ എത്തി. പക്ഷെ സത്യം പതുക്കേ പോവുള്ളൂ. ഈ ഭോഷ്ക് പോയി ഇതെല്ലാം എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ദിവസം കാലം സത്യം തെളിയിക്കും. ഞാൻ ഇതിൽ 100% വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ലോകം ഇത്രയും പ്രയാസത്തിലൂടെ പോകുന്നത്? എന്തുകൊണ്ടാണ് ഈ ലോകം ഇത്രയും പ്രതിസന്ധി അനുഭവിക്കുന്നത്? നമ്മളിൽ പലരും ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഈ നിലകളിലുള്ള വെല്ലുവിളികൾ? നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ, ഹോശേയ എന്ന പ്രവാചകൻ അതിന്റെ 4-ാം അധ്യായത്തിന്റെ അതൊന്ന് വായിച്ചിരിക്കേണ്ട വാക്യമാണ്. ക്രിസ്റ്റി പാസ് വായിക്കും, ടെലിവിഷനിൽ കാണിക്കും, ബൈബിളിലുള്ളവർക്ക് നോക്കാം. ഹോശേയയുടെ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം പറയുന്നു: ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾക്കുവീൻ. യഹോവയ്ക്ക് ദേശനിവാസികളോടൊരു വ്യവഹാരമുണ്ട്. ദേശത്തിൽ സത്യമില്ല, ദയയില്ല, ദൈവ പരിജ്ഞാനമില്ല. അവർ ആണയിടുന്നു, അവര് വോഷ്ക് പറയുന്നു, അവര് കൊല ചെയ്യുന്നു, അവര് മോഷ്ടിക്കുന്നു, അവര് വ്യഭിചരിക്കുന്നു, വീട് മുറിക്കുന്നു, രക്തപാതകത്തോട് രക്തപാതം കൂട്ടുന്നു. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു. എന്തുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു? എന്തുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു? എന്തുകൊണ്ട് ഈ വെല്ലുവിളികൾ? എന്തുകൊണ്ട് ഈ പ്രതിസന്ധി? ബൈബിൾ പറയുന്നു, ദേശത്തിൽ സത്യമില്ല. സത്യസന്ധമായി 100 പേരെ എടുത്ത് മുന്നിൽ നിർത്തിയാൽ സത്യസന്ധമായി പെരുമാറുന്ന എത്ര പേരുണ്ട്? ആരെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയും നമുക്ക്? ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ആരെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയും? പക്ഷേ ആ ചോദ്യം ഇന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുമ്പോൾ സ്വന്തം കൈ നെഞ്ചോട്ട് വെച്ചിട്ട് പറയണം, ഞാൻ സത്യസന്ധതയുള്ള ഒരു വ്യക്തിയായിരിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിജയത്തിനായി, നിങ്ങളുടെ കാര്യസാധ്യതയ്ക്കായി, നിങ്ങൾ പിടിച്ച കാര്യം വിജയിക്കാനായി ദയവായി ആരെയും ചതിക്കരുത്. ആരെയും ചതിക്കരുത്. കാരണം ഞാൻ പ്രസംഗിക്കുന്ന ദൈവം ചതിയനല്ല. ഞാൻ വിശ്വസിക്കുന്ന ദൈവം ആരെയും ചതിക്കാത്തവനാണ്. എനിക്ക് യേശു കർത്താവിലുള്ള ഏറ്റവും വലിയ കോൺഫിഡൻസ് അതാണ്. എന്നെ വിളിച്ചവൻ എന്നെ ചതിക്കില്ല എന്നുള്ളതാണ്. ദേശത്ത് സത്യമില്ല, ദയയില്ല, ദൈവപരിജ്ഞാനമില്ല. ആണയിടുന്നു, ഭോഷ്ക് പറയുന്നു, കൊല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു. അവിടെയാണ് ഒരു മാറ്റം ഉണ്ടാകേണ്ടത്. അതിനെന്ത് ചെയ്യണം? അതിനാണ് ദിനവൃത്താന്ത പുസ്തകത്തിൽ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം, അവർ തങ്ങളെ തന്നെ താഴ്ത്തി അവരുടെ ദുർമാർഗങ്ങളെ വിട്ട് അവർ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ ഞാൻ ദേശത്തോട് കരുണ കാണിക്കും. ഞാൻ അയച്ചിരിക്കുന്ന മഹാമാരികളെ ഞാൻ ശാസിക്കും. എന്നാൽ അവന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന അവന്റെ ജനം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ഈ അരയ്ക്ക് സത്യം കെട്ടണം എന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, സത്യ ദൈവത്തെ നമ്മൾ സേവിക്കുന്നു, സത്യവചനം പ്രസംഗിക്കുന്നു, സത്യ സുവിശേഷം അറിയിക്കുന്നു, സത്യത്തിന്റെ ആത്മാവ് നമ്മളിൽ വ്യാപരിക്കുന്നു, അല്ലേ? എഫേസ്യർ 4:15 വരുന്ന സമയത്ത്, ശിശുക്കളായിരിക്കാതെ
സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴുകുന്ന ശിശുക്കളാകാതെ. എല്ലാം പിടി കിട്ടിയോ? ഒരു പാസ്റ്റർ വന്ന് നിങ്ങളോട് പറയുന്നു ഇതാ ശരി, അടുത്ത ഉപദേശി വന്ന് പറയുന്നു പുള്ളി പറഞ്ഞതൊക്കെ ചുമ്മാതെ, പുള്ളി തട്ടിപ്പ, ഇതാ ശരി. അത് കഴിഞ്ഞ് വേറൊരാൾ വന്ന് പറയുന്നു ഇവർ രണ്ടുപേരും പറഞ്ഞ് ശരിയല്ല, ഞാനാ ശരി. അങ്ങനെ പല പല ഉപദേശങ്ങൾ, പല പല ഡോക്ട്രിനുകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തെറ്റിച്ച് കളയുന്ന, കുടുങ്ങിപ്പോകുന്ന തന്ത്രങ്ങൾ. ഇങ്ങനെ ഓരോരോ കാറ്റിനാൽ അങ്ങോട്ട് ചാഞ്ഞ് അങ്ങോട്ട് പോകും, കുറച്ചാഴ്ച അവിടെ പോകും, കുറച്ചാഴ്ച ഇവിടെ നിൽക്കും, കുറച്ച് ദിവസം അത്, കുറച്ച് ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളാകാതെ. 15-ാമത്തെ വാക്യം ഇമ്പോർട്ടന്റ് ആണ്. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട്. ക്രിസ്റ്റി പാസ്റ്ററോട് ഞാൻ പറയട്ടെ, ഒരു ദൈവപുരുഷൻ, ഒരു പാസ്റ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആണത്. ഉള്ള കാര്യം സ്നേഹത്തോടെ പറയണം. കൊല്ലാൻ ചെല്ലുന്ന പോലല്ല, വെട്ടുന്ന പോലല്ല, ദേഷ്യത്തോടല്ല, സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ സത്യം സംസാരിക്കുന്ന ഒരു പാസ്റ്റർ ഉണ്ടെങ്കിൽ, സ്നേഹത്തിൽ സത്യസന്ധമായ കാര്യങ്ങൾ സഭയ്ക്ക് കൈമാറുന്ന ഒരു ഇടയനുണ്ടെങ്കിൽ, ആ സഭയിലുള്ള വിശ്വാസികൾ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരും. ദൈവവചനത്തിൽ കലർപ്പില്ലാതെ, ദൈവവചനത്തിൽ മായം ചേർക്കാതെ, ദൈവവചന ഉപദേശങ്ങളെ മറപിടിക്കാതെ, സ്നേഹത്തിൽ ഈ ദൈവവചനത്തിന്റെ സത്യസന്ധമായ കാതലായ സത്യങ്ങളെ ജനത്തെ പഠിപ്പിച്ച് അവർ ചിലപ്പോൾ പിണങ്ങിയെന്ന് വരാം. ചില കാര്യങ്ങൾ പറയുമ്പോൾ മുഖം കടുപ്പിച്ചു, ആ സഭയിൽ അങ്ങനെ അല്ലല്ലോ പറഞ്ഞു, ഇവിടെ ഇതാണല്ലോ പറയുന്നത്, ഇച്ചിരി കടുപ്പിച്ചോട്ടെ. പക്ഷേ പറയുന്ന കാര്യത്തിനകത്തൊരു ജെന്യൂനിറ്റി ഉണ്ടാകണം. സ്നേഹത്തിൽ സത്യം സംസാരിച്ചാൽ ഞാൻ ഉറപ്പ് പറയുന്നു, ആ സത്യം അവരെ സത്യമാകുന്ന ക്രിസ്തുവിൽ വളർത്തിയെടുക്കും. ഞാൻ ഇങ്ങനെ പറയട്ടെ, സത്യവേദ പുസ്തകം കൊണ്ട് നടക്കുന്നവരെല്ലാം സത്യവചനം പ്രസംഗിക്കണം. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത് മനുഷ്യരോടും ദൈവത്തോടും മക്കളോടുമൊക്കെ ആ ഒരു നീതി പുലർത്തുന്നവരായിരിക്കണം നമ്മൾ. ചേർന്ന് ആമീൻ പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 51-ന്റെ 6-ാമത്തെ വാക്യം, Psalms 51:6. സങ്കീർത്തനം 51-ന്റെ 6-ാമത്തെ തിരുവചനം ഒന്ന് വായിക്കാവോ? സങ്കീർത്തനം 51. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. പുറമേയുള്ള ചിരിയല്ല ദൈവം നോക്കുന്നത്. ആരും വേണ്ടില്ല. പുറമേയുള്ള ചിരിയല്ല ദൈവം നോക്കുന്നത്. പുറമേയുള്ള സൂത്രങ്ങളല്ല ദൈവം നോക്കുന്നത്. ചിരിച്ചോണ്ട് തട്ടിക്കാൻ അറിയാവുന്നവരെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. ദൈവം നോക്കുന്നത് അന്തർഭാഗത്തെ സത്യമാണ്. ചിലപ്പോ ഇച്ചിരി ദേഷ്യം കണ്ടേക്കാം, ചിലപ്പോ ഇച്ചിരി കട്ടിക്ക് നിന്നേക്കാം, പക്ഷെ ആള് സത്യസന്ധനായിരിക്കും. ഈ സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരെപ്പോഴും ഒറ്റപ്പെടും. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നു? നമ്മൾ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു അല്ലേ? നമ്മളൊരു വലിയ പാരമ്പര്യത്തിനകത്ത് നിന്നും സത്യവചനം മനസ്സിലാക്കി, രക്ഷ സത്യമാണെന്നും സ്നാനം സത്യമാണെന്നും പരിശുദ്ധാത്മാഭിഷേകം സത്യമാണെന്നും വിശുദ്ധിയോടെ വേർപാടോടെ ദൈവത്തെ ആരാധിക്കണമെന്നും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്നും ഒക്കെയുള്ള സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒറ്റപ്പെട്ടില്ലേ? സത്യം പലപ്പോഴും നിങ്ങളെ ഒറ്റപ്പെടുത്തുമെങ്കിലും ആ സത്യം ജയിച്ചിരിക്കും. ആ സത്യത്തിന് വേണ്ടി നിന്നവനും ജയിച്ചിരിക്കും. അത് മാത്രമല്ല, അവൻ സത്യസന്ധമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അത് വീടിനെ മുഴുവൻ തൊട്ടിരിക്കും. ഓ, വിശ്വസിക്കുന്നവർ ഒന്ന് കൈകൾ അടിച്ച് ദൈവത്തിന് നന്ദി പറയാമോ? യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഓ, ഞാനിത് പറയുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുകയാണ്. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. എനിക്ക് ഹൃദയപരമാർത്ഥതയുള്ള ഒരു ദൈവപൈതലാകണം. എനിക്ക് ഹൃദയപരമാർത്ഥതയുള്ള ഒരു വിശ്വാസിയാകണം. ചേർന്നൊരാമീൻ പറഞ്ഞാറ്റ്.
എൻ്റെ അന്തരംഗത്തിൽ നേരുണ്ടാകണം. എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതായിരിക്കണം എൻ്റെ അധരം പ്രസ്താവിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ദൈവവൈതലിന് ദൈവം നൽകിയിരിക്കുന്ന ഒന്നാമത്തെ സർവായുധ വർഗം, സുരക്ഷിതമായ ആയുധം എന്ന് പറയുന്നത് ബെൽറ്റാണ്. നിങ്ങൾക്കറിയാമോ, ആ റോമൻ പട്ടാളക്കാരനെ നിങ്ങൾ നോക്കുമ്പോൾ അതെ, അവരുടെ ബെൽറ്റിനകത്താണ് ബാക്കിയെല്ലാം അവരെ തൂക്കിയിട്ടിരിക്കുന്നത്. രാമീൻ പറയാമോ? എനിക്ക് അതിനകത്തുനിന്നൊരു വെളിപ്പാട് പറയാനുണ്ട് ദൈവദാസന്മാരോടും സഭയോടും. ഈ ബെൽറ്റിനകത്താണ് ബാക്കിയുള്ള തോക്കും കത്തിയും എല്ലാം അവര് ഘടിപ്പിച്ചു വെച്ചിരിക്കുന്നത്. സത്യം പറയട്ടെ, അതൊരു പക്ഷെ പ്രവചനമായിരിക്കാം, രോഗശാന്തി ആയിരിക്കാം, ദൈവജന ശുശ്രൂഷയായിരിക്കാം. ഇതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് സത്യം എന്ന ബെൽറ്റിലാണ്. ആമേൻ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ ആ പറയുന്ന വെളിപ്പാട് മനസ്സിലാവുന്നു? ഈ സത്യം എന്ന ബെൽറ്റ് ലൂസ് ആണെങ്കിൽ അത് പൊട്ടിപ്പോയാൽ ഇതെല്ലാം താഴെ പോവും, ഇതെല്ലാം താഴെ പോവും. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് പിടികിട്ടുന്നു? ഞാൻ വീണ്ടും പറയാം, നിങ്ങൾ 9 കൃപാവരവും പ്രാപിച്ചിട്ട് ഭയങ്കര പ്രവചന ശുശ്രൂഷയും രോഗശാന്തിയും വെളിപ്പാടും വചന ശുശ്രൂഷയും ഒക്കെ നിങ്ങൾ സ്വീകരിച്ചിട്ട് ഒത്തിരി നന്മകൾ നിങ്ങളിൽ ഉണ്ടായിട്ട് നിങ്ങളൊരു സത്യസന്ധതയില്ലാത്ത വ്യക്തിയായി മാറിയാൽ ഇത് മുഴുവൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. ദൈവം അതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നല്ല പറയുന്നത്, കൃപാവരങ്ങളെ കുറിച്ച് അനുവദിക്കുന്നു എന്നല്ല. അത് നിങ്ങൾക്കൊരിക്കലും പ്രയോജനമാകത്തില്ല. ചേർന്ന് രാമീൻ പറയാം. കർത്താവ് തരുന്ന സാമ്പത്തികത്തിൽ, ദൈവം തരുന്ന കുടുംബത്തിൽ, ദൈവം തരുന്ന ബന്ധങ്ങളിൽ, എല്ലാ ബന്ധങ്ങളെയും പവിത്രമായി സൂക്ഷിക്കണം. ബന്ധങ്ങൾ ഒരിക്കലും നമുക്ക് ബന്ധനങ്ങളായി തീരരുത്. ബന്ധങ്ങളുടെ മധ്യസ്ഥാനം എപ്പോഴും യേശുവിന് കൊടുക്കണം. ബന്ധങ്ങളുടെ നടുവിൽ യേശു ഉണ്ടെങ്കിൽ ആ ബന്ധം അവസാനം വരെ നിലനിൽക്കും. ചേർന്ന് രാമീൻ പറഞ്ഞേ. രണ്ടാമത്തത് നീതി എന്ന കവചം. ഈ കവചം എവിടെ ഇരിക്കുന്നേ? ഈ നെഞ്ചിന്റെ ഭാഗത്തല്ലേ? ഈ ചിലര് പറയത്തില്ലേ ഹൃദയത്തിൽ കുത്തുകൊണ്ടെന്ന്. പിശാച് എയ്യുന്ന പല അമ്പുകളും അവിടെ കാണും. പല അമ്പുകളും അവൻ അവിടേക്കായി എയ്യുന്നേ. ഹൃദയത്തിനകത്ത് ഭയങ്കര കുറ്റബോധം, ജീവിതത്തിൽ ചെയ്ത കുറവുകൾ, ജീവിതത്തിൽ വന്ന വീഴ്ചകൾ, ജീവിതത്തിൽ വന്ന പാപങ്ങൾ, മുൻകാലങ്ങളിൽ സംഭവിച്ച ചില തെറ്റുകളൊക്കെ എപ്പോഴും നിങ്ങളെന്ന വ്യക്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ ഹൃദയത്തിലേക്ക് ഇനി പിശാചിന്റെ കൂരമ്പുകൾ വന്ന് തളയ്ക്കാതെ, അവൻ എയ്തു വിടുന്ന അമ്പുകൾ വന്ന് കൊള്ളാതെ നിങ്ങൾക്ക് നീതി എന്ന കവചം. ഞാനൊരു നീതിമാനാണ്, ക്രിസ്തുവിൽ ഞാനൊരു നീതിമതിയാണെന്ന് ഉറപ്പുള്ളവരൊന്ന് കൈ ഉയർത്തി. നമ്മൾ കൈ പൊക്കൂല. കാര്യം എന്നറിയാവോ? നമ്മൾ ഇത്രയും നാളും പഠിച്ചതും കേട്ടതും വളർന്നതും എല്ലാം നമ്മൾ കുഴപ്പക്കാരാണ്. സ്കൂളിൽ നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ പറഞ്ഞു നീ ശരിയല്ലെന്ന്. വീട്ടിൽ വളർത്തിയ മാതാപിതാക്കൾ പറഞ്ഞു യോ ഇവനെ ഒരു കാലത്ത് നന്മ ഉണ്ടാകത്തില്ല, ഇവൻ ശരിയല്ലെന്ന്, നീ കള്ളനാടാ, നീ തെറ്റാണ്, നീ അങ്ങനെയാണ്. നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തലുകൾ കേട്ടാണ് ജീവിക്കുന്നത്. പലപ്പോഴും നമ്മളെ എൻകറേജ് ചെയ്ത ആരുണ്ട്? നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച, നമ്മളെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്തത് ആരുണ്ട്? ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ എൻകറേജ് ചെയ്തവരെ, നിങ്ങളെ നിങ്ങളാക്കി മാറ്റിയവരെ, നിങ്ങളെ കൈപിടിച്ചുയർത്തിയവരെ ഒരിക്കലും നിങ്ങൾ മറക്കരുത്. കാരണം ഈ ലോകത്തിൽ 100 പേരെ എടുത്തു നിർത്തിയാൽ 99 പേരും നിങ്ങളുടെ അസൂയുള്ളവരും നിങ്ങളെ ചവിട്ടിത്താഴ്ത്താനും നിങ്ങളുടെ ജീവിതത്തിലെ നന്മ കാണാനും ആഗ്രഹിക്കാത്തവരായിരിക്കും. പക്ഷെ അതിനകത്ത് ഒരാളെങ്കിലും കാണും നിന്റെ നന്മ ആഗ്രഹിക്കുന്നയാള്, നിന്നെ കൈപിടിച്ച് വളർത്തിയ അപ്ലിഫ്റ്റ് ചെയ്തൊരു വ്യക്തി. ഒരിക്കലും യു നെവർ ഫർഗെറ്റ് ദാറ്റ് പേഴ്സൺ. ചേർന്നൊരു ആമീൻ പറയാവോ? നീതി എന്ന കവചം. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം പെട്ടെന്ന് വായിക്കണം പാസ്റ്ററെ. 23 മുതൽ 26 വരെയുള്ള വാക്യം. റോമർ 3:23. ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ട് അത്രേ നീതീകരിക്കപ്പെടുന്നത്. യേശു ക്രിസ്തു എന്നെ വീണ്ടെടുത്തു എന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? ബൈബിൾ പറയുന്നു സൗജന്യമായിട്ട് അത്രേ അവൻ എന്നെ നീതീകരിച്ചത്. ഹല്ലേലൂയ. അടുത്ത വാക്യം പെട്ടെന്ന് വായിക്കണം.
വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തം മൂലം അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും. എല്ലാവരും ആ ഭാഗം ഒന്ന് പറഞ്ഞ, യേശു നീതിമാനും അവനിൽ വിശ്വസിക്കുന്നവരെ അവൻ നീതീകരിക്കുന്നവനുമാകുന്നു. ബൈബിൾ പറയുന്നു, യേശു ക്രിസ്തുവിൽ ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ, യേശു ക്രിസ്തുവിൽ ഒരു വ്യക്തി വരുമ്പോൾ, അവനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോൾ, ആ വ്യക്തി ദൈവരാജ്യത്തിൽ നീതിമാനായി മാറുന്നു, നീതീകരിക്കപ്പെടുന്നു. അത് 25-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ. പ്രായശ്ചിത്തം എന്ന് പറഞ്ഞത് പകരമരണം. യേശുവിന്റെ മരണം കൊലപാതകമല്ല, യേശുവിന്റെ മരണം ആത്മഹത്യയല്ല, യേശുവിന്റെ മരണം ആക്സിഡന്റ് അല്ല. യേശു ക്രിസ്തുവിന്റെ മരണം പ്രായശ്ചിത്ത മരണമാണ്, പകരമരണമാണ്. ഞാൻ മരിക്കേണ്ടടുത്ത് അവൻ എനിക്ക് വേണ്ടി മരിച്ചതാണ്. You understand me? അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തി. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക, തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു കോടതി കാണാം. ഇതുകൊണ്ടാണ് ഗ്രീക്കിൽ നീതീകരണം എന്ന വാക്കിന് ഡിഖായോസിസ് എന്ന പദം കൊടുത്തിരിക്കുന്നത്. ഡിഖായോസിസ് എന്ന വാക്കിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. സ്വർഗത്തിലെ കോടതിയിൽ പ്രധാനപ്പെട്ട ജഡ്ജിയാണ് പിതാവായ ദൈവം. ആ പിതാവിന്റെ വലത്തു ഭാഗത്ത് നമുക്ക് വേണ്ടി നിൽക്കുന്ന അഡ്വക്കേറ്റ് ആണ് കർത്താവായ യേശു ക്രിസ്തു. കോർട്ടിൽ നിൽക്കുന്ന ആരാ? പാപി, കുഴപ്പക്കാരൻ, കുറ്റക്കാരൻ, തെറ്റ് ചെയ്തവൻ. കോർട്ടിനകത്ത് നിൽക്കുന്ന ആരാ? നമ്മളിലായിരുന്നു കുഴപ്പം മുഴുവൻ. പാപം ചെയ്തത്, തെറ്റ് ചെയ്തത്, ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചത്. എന്നാൽ കോർട്ടിൽ നിൽക്കുന്ന നമ്മളെ അഡ്വക്കേറ്റ് ആകുന്ന ക്രിസ്തു കാണിച്ച് വിരൽ ചൂണ്ടി പറയുന്നു, ഈ നിൽക്കുന്ന വ്യക്തിയെ എന്റെ പരിശുദ്ധ രക്തത്താൽ ഞാൻ വീണ്ടെടുത്തതാണ്. ഇവൻ എന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, ഇവൻ എന്നിൽ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് പിതാവേ, ഇവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ ഇവനെ വെറുതെ വിടണം. ഇവന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ ഇവനെ വെറുതെ വിടണം. ഓ ഹല്ലേലൂയ. അപ്പോ ഈ അഡ്വക്കേറ്റ് ആകുന്ന ക്രിസ്തു യേശു, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ അഡ്വക്കേറ്റ് ആകുന്ന യേശു കർത്താവ് പിതാവിനോട് പറയുന്നു, ഇവന്റെ കുറെ ഫയലുകളുണ്ട്. ഇവനെ ന്യായം വിധിക്കാൻ വെച്ചിരുന്ന, ഇവനെ നരകത്തിൽ ഇടാൻ വെച്ചിരുന്ന, ഇവനിൽ ശാപം കൊണ്ടുവരാൻ വെച്ചിരുന്ന, ഇവനെ ശിക്ഷിക്കാൻ വെച്ചിരുന്ന കുറെ ഫയലുകളുണ്ട്. ഇവൻ എന്നിൽ വിശ്വസിച്ചതിനാൽ, ഇവനിൽ ആശ്രയിച്ചതിനാൽ ആ ഫയലെല്ലാം ക്ലോസ് ചെയ്യണം. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അവൻ തെറ്റുകാരനല്ല, അവൻ കുഴപ്പക്കാരനല്ല എന്ന് പറഞ്ഞ് അവനെ വെറുതെ വിട്ടാൽ ഏത് പോലീസുകാരന് ഇനി അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും? ഇനി അവനെ ആർക്ക് ജയിലിൽ അടയ്ക്കാൻ പറ്റും? ലോകത്തിൽ ഒരു വ്യക്തികൾക്കും അവനെ തൊടാൻ പറ്റുകയില്ല. അവന്റെ പേപ്പറുണ്ട്. യേശു നിന്റെ പാപങ്ങളെ വിമോചിപ്പിച്ചെങ്കിൽ, യേശുവിന്റെ പരിശുദ്ധ രക്തം നിന്നെ വീണ്ടെടുത്തെങ്കിൽ, നിന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെ, കുറവുകളെ, തെറ്റുകളെ, വീഴ്ചകളെ, ആ ഫയലുകളെ മുഴുവൻ യേശുവിലുള്ള വിശ്വാസത്താൽ സ്വർഗത്തിൽ ദൈവം ക്യാൻസൽ ചെയ്തെങ്കിൽ ഇനി ആര് നിനക്കെതിരെ നിൽക്കാൻ കഴിയും? അതാണ് ബൈബിൾ പറയുന്നത്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ഇന്ന് പകൽ പ്രതികൂലം ആരാണ്? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാർ. ആശിഷ, നിന്നെ കർത്താവിന് ഇഷ്ടമാണോ? എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടപ്പെടാതിരിക്കാൻ ഈ ഇരിക്കുന്ന പാസ്റ്റർ ക്രിസ്റ്റിയെ യേശു കർത്താവിന് സ്നേഹമാണെങ്കിൽ, ഇഷ്ടമാണെങ്കിൽ, അവൻ നീതീകരിച്ച വ്യക്തിയാണെങ്കിൽ, നിങ്ങളെന്തിനാ പുള്ളിയുടെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നേ? നിങ്ങളെന്താ പിതാവായ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ കസേരയിട്ടിരിക്കുന്നവരോ? ചേർന്ന രാമീൻ പറഞ്ഞേ ഹല്ലേലൂയ. നീതീകരിക്കുന്നവൻ ദൈവം, കുറ്റം വിധിക്കുന്നവൻ ആർ? അതുകൊണ്ട് പിശാചിന്റെ ഏറ്റവും സാത്താന്യ തന്ത്രങ്ങളിൽ ഏറ്റവും വലിയൊരു സാധനം എന്നാണെന്നറിയോ? നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും, നിങ്ങൾ ആരാധിക്കാൻ നിൽക്കുമ്പോഴും, നിങ്ങൾ തിരുമേശ എടുക്കാൻ നിൽക്കുമ്പോഴും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ മൈൻഡിൽ മുൻകഴിഞ്ഞ ജീവിതത്തിൽ വന്ന കാര്യങ്ങളെ ഒരു TV കാണിക്കുന്ന പോലെ
ഒരു സ്ക്രീനിൽ കാണിക്കുന്ന പോലെ കൊണ്ടുവന്ന് കാണിക്കും. പണ്ട് നീ അങ്ങനെ ചെയ്തില്ലേ, പണ്ട് നീ അങ്ങനെ പറഞ്ഞില്ലേ, പണ്ട് നീ അങ്ങനെ പോയില്ലേ. അതൊന്നും ക്ഷമിക്കപ്പെടൂല. നിന്നെ ദൈവം അങ്ങനൊന്നും വിടൂല. നീ വലിയ തെറ്റാ ചെയ്തേ, അതുകൊണ്ട് നീ പ്രാർത്ഥിക്കണ്ട. നിന്റെ പ്രാർത്ഥനയൊന്നും സ്വർഗത്തിലെത്തൂല. സാത്താൻ നിന്റെ മൈൻഡിൽ ഇത് പറയും, നിന്റെ ഹൃദയത്തിൽ ഇത് പറയും. അവിടെയാണ് ഈ വചനം നീ തിരിച്ചറിയേണ്ടത്. എൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെ, എൻ്റെ കർത്താവ് ഫയലുകളെ ഞാൻ എന്ന് യേശുവിൽ വിശ്വസിച്ചോ, എൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിൽ എന്നെ ഏൽപ്പിച്ചോ, അതിനെ ഞാൻ വീണ്ടും പറയട്ടെ, അവൻ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ദൈവം അല്ല. അവൻ നിന്റെ പാപങ്ങളെ ആഴക്കടലിലേക്ക് വലിച്ചെറിയുന്നവനാണ്. ഒരിക്കലും പൊങ്ങി വരാ. ഹൃദയത്തിനകത്ത് എന്തെങ്കിലും ഭാരവോ കുറ്റബോധമോ സംശയമോ, ദൈവത്തിന് പോലും എന്നെ വേണ്ടായോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിന്റെ ഹൃദയത്തിനകത്താ നിന്റെ സ്ഥാനം. പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി ശോഭിത നീതി വസ്ത്രം എനിക്ക് ആഭരണമായി. നമ്മൾ പാടുന്നത് ആഭരണമായി നൽകും എന്നല്ലേ, പക്ഷെ വിശ്വാസി പാടേണ്ടത് ആഭരണമായി നൽകി. പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി, പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകി. ശോഭിത നീതി വസ്ത്രം. ആ നീതിയുടെ വസ്ത്രം ലഭിച്ചവരെന്ന് കൈ ഉയർത്തി. ആഭരണമായി നൽകി. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ. യേശു എന്നടിസ്ഥാനം. ആ നീതിയിൽ ഞാൻ സ്ഥിരമായി നിൽക്കും. എല്ലാ പീഡനങ്ങളോട് ഞാൻ അകന്നിരിക്കും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ഈ ചില ആൾക്കാർ നമ്മളത് വീണ്ടും പാടും, അതിൽ തന്നെ നിൽക്കണം. നമ്മൾ ചില ആൾക്കാർ നമ്മളോട് ചോദിക്കും, നീ കർത്താവിനെ അറിഞ്ഞിട്ട് നീ യേശുവിലേക്ക് വന്നിട്ട് നിനക്ക് എന്നാ കിട്ടി എന്ന് ചോദിക്കും. ഇവര് ചിന്തിക്കുന്നത് നിനക്ക് വണ്ടി കിട്ടിയോ, നിനക്ക് വീട് കിട്ടിയോ, നിനക്ക് ജോലി കിട്ടിയോ, നിനക്ക് കാശ് കിട്ടിയോ എന്നൊക്കെയാ ചോദിക്കുന്നത്. നിനക്ക് യേശുവിലേക്ക് വന്നിട്ട് നിനക്ക് എന്നാ കിട്ടി? ഞങ്ങൾക്ക് പറയാൻ കഴിയും, പാപത്താൽ ഞങ്ങളിൽ വന്ന ഞങ്ങളുടെ ശാപക്കറകളെ മാറ്റി ശോഭിത നീതി വസ്ത്രം അവൻ ഞങ്ങൾക്ക് ആഭരണമായി നൽകി. ഈ ലോകത്തിലെ ഒരു മതത്തിനും ഒരു മനുഷ്യർക്കും ഒരു വ്യക്തിത്വങ്ങൾക്കും ഞങ്ങൾക്ക് തരാൻ കഴിയാത്ത നിത്യമായ രക്ഷ, നിത്യമായ നീതീകരണം യേശു ഞങ്ങൾക്ക് നൽകി. ഞങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി മരണത്തിനപ്പുറത്തുള്ള ഞങ്ങളുടെ ജീവിതം സേഫാക്കി. ഹല്ലേലൂയ. ആ നിത്യത ഞങ്ങൾ സേഫാക്കി. യേശു ഞങ്ങളിൽ വന്നതുകൊണ്ട് ഞാൻ പറയുന്നു, നന്മയുണ്ടാകും, അനുഗ്രഹങ്ങൾ ഉണ്ടാകും, വിടുതലുകൾ ഉണ്ടാകും. ഈ ഭൂമിയിലും വരാനുള്ള ലോകത്തിലും എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നിങ്ങൾക്ക് തരും. പക്ഷേ പണത്തിന് തരാൻ കഴിയാത്ത, ഡോളറിന് തരാൻ കഴിയാത്ത, പൗണ്ടിന് തരാൻ കഴിയാത്ത, ഈ ലോകത്തിലെ ഒരു രാജാക്കന്മാർക്കും തരാൻ കഴിയാത്ത നീതിയുടെ വസ്ത്രം അവൻ എനിക്ക് ആഭരണമായി നൽകി. നിത്യമായ രക്ഷ എനിക്ക് നൽകി. ആ സന്തോഷമുള്ളവരെന്ന് കരങ്ങളെ ഉയർത്തി പറഞ്ഞേ, പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി. ഉറപ്പോട് പാടിയേ, പാപം എന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി, ശാപക്കറകൾ മാറ്റി ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകി. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ എന്തൊക്കെ നമ്മളെ പറഞ്ഞാലും നമ്മൾ മൈൻഡ് ചെയ്യാത്തതിന്റെ കാരണം, നമ്മൾ പ്രതികരിക്കാൻ പോകാത്തതിന്റെ കാരണം, നമ്മൾ എതിർക്കാൻ പോകാത്തതിന്റെ കാരണം, ഈ അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ എന്നെ അംഗീകരിച്ചു കഴിഞ്ഞു. ഈ അഖിലാണ്ടത്തെ മുഴുവൻ ചമച്ചവൻ എന്നെ സ്വീകരിച്ചു കഴിഞ്ഞു. ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഈ അണ്ടകടാഹങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചവൻ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചമച്ചവൻ എന്നെ സ്വന്തമാക്കി കഴിഞ്ഞു.
ഹല്ലേലൂയ. അനുഭവമുള്ളവർ അവിടെയാ എന്റെ ഉറപ്പ്, അവിടെയാ എന്റെ കോൺഫിഡൻസ്. അവൻ എന്നെ സ്വന്തമാക്കി കഴിഞ്ഞു. ഹല്ലേലൂയ. സ്വർഗ്ഗം എന്നെ നീതീകരിച്ചു കഴിഞ്ഞു. അവൻ എന്നെ വീണ്ടെടുത്തു കഴിഞ്ഞു. ലോകമെനിക്കു വൈരി, ലോകമെന്നെ ത്യജിച്ച, ലോകമെനിക്കു വൈരി, ഈ ലോകമെന്നെ ത്യജിച്ച, ശോകമെന്തെനിക്കതിൽ ഏതും ഭയപ്പെടാൻ, ഒന്നും പേടിക്കാനില്ലെന്നേ. നീ യേശുവിന്റെ ഉള്ള കയ്യിലാ, നീ കർത്താവിന്റെ സ്വന്തമാ. ഒന്നും ഭയപ്പെടാനില്ലെന്നേ. യേശുവിന്റെ അടിസ്ഥാനം, യേശു എന്നാടിസ്ഥാനം. എന്റെ ഉറപ്പ് അവനിലാണ്, എന്റെ പ്രത്യാശ അവനിലാണ്, എന്റെ ആശ്വാസത്തിന്റെ പൂർണ്ണത അവനിലാണ്. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടു ഞാൻ. വിശുദ്ധ ബൈബിൾ പറയുന്ന ഉറപ്പതാണ്, യേശു തരുന്ന ഉറപ്പതാണ്. നീതീകരിക്കുന്നവൻ ദൈവം, കുറ്റം വിധിക്കുന്നവൻ ആർ? ഈ ലോകം മുഴുവൻ നിനക്കെതിരെ ഒറ്റക്കെട്ടായി നിന്നാലും എന്റെ യേശു ഒറ്റയ്ക്ക് നിന്ന് നേരിടും. നിന്നെ തകർക്കാൻ ഒറ്റക്കെട്ടായി നിന്നാലും എന്റെ യേശു ഒറ്റയ്ക്ക് നിന്ന് അവന്റെ കയ്യിൽ അവൻ നിന്നെ സൂക്ഷിക്കും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ബൈബിൾ എനിക്ക് തരുന്ന ഉറപ്പമാണ്. യേശു നീതിമാനും തന്നിൽ വിശ്വസിക്കുന്നവരെ അവൻ നീതീകരിച്ചവനുമാകുന്നു. കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസ് പ്രസംഗിക്കുമ്പോ പത്രോസ് പറഞ്ഞൊരു വാക്കുണ്ട്. ഏത് ജാതിയിലും തന്നെ ഭയപ്പെട്ട് തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെ അവൻ വാസ്തവമായും അംഗീകരിക്കുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു. നിന്നെ അംഗീകരിച്ച ഒരു ദൈവമുണ്ട്. Come on, church. നിന്നെ അക്സെപ്റ്റ് ചെയ്തൊരു ദൈവമുണ്ട്. നിന്നെ റിസീവ് ചെയ്തൊരു യേശുവുണ്ട്. ആർക്കും വേണ്ടാത്തതിനെ, ഈ ലോകത്തിലെ ആർക്കും വേണ്ടാത്തതിനെ, നീ എത്ര കുപ്പയിൽ കിടക്കുന്ന ആളാണെങ്കിലും, നീ എത്ര ദരിദ്രനാണെങ്കിലും, നീ എത്ര വലിയ പാപിയാണെങ്കിലും, നീ എത്ര വലിയ കള്ളുകുടിയനാണെങ്കിലും, നിനക്ക് എത്ര വലിയ തെറ്റായ ജീവിതം ഉണ്ടെങ്കിലും നിന്നെ വിടുവിക്കാൻ കഴിയുന്ന, നിനക്കൊരു പുതിയ ജീവിതം തരാൻ കഴിയുന്ന, നിന്നെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. ഒന്ന് വിശ്വസിച്ച ആ കർത്താവിൽ ഈ കാലത്ത് അവന്റെ നീതിയെ അവൻ പ്രദർശിപ്പിക്കാൻ, താൻ നീതിമാനും തന്നിൽ വിശ്വസിക്കുന്നവരെ അവൻ നീതീകരിക്കുന്നവനുമാണ്. അവന്റെ നീതി എന്ന് പറയുന്നത് മാറ്റമില്ലാത്തതാണ്. അതാണ് യെശയ്യാവിന്റെ പ്രവചനം 54:14 പറയുന്നത്, നീതിയിൽ ഞാൻ സ്ഥിരമായി നിൽക്കും. ഇത് ആരോടൊക്കെയുള്ള ദൂതാണ്. യെശയ്യാ 54:14, നീതിയിൽ ഞാൻ സ്ഥിരമായി നിൽക്കും. എന്റെ നീതിയിലാണോ? അല്ല, എന്റെ കർത്താവിന്റെ നീതിയിൽ, എന്നെ നീതീകരിച്ചവന്റെ നീതിയിൽ ഞാൻ സ്ഥിരമായി നിൽക്കും. അതുകൊണ്ട് പീഡനത്തോട് അകന്നിരിക്കും. മാനസിക പീഡനങ്ങൾ, നിന്നെ മാനസികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന പീഡനങ്ങൾ, നിന്നെ ചിന്തകളിലൂടെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന പീഡനങ്ങളോട്, മാനസിക പീഡനങ്ങളോട്, ചിന്തകളിലുള്ള പീഡനങ്ങളോട് ഞാൻ അകന്നിരിക്കും. നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ. നീ ഭീഷണിയോട് അകന്നിരിക്കും. നിന്നെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? നീ ഭീഷണികളോട് അകന്നിരിക്കും. അത് നിന്നോട് അടുത്തു വരികയില്ല. കാരണം നീ നിൽക്കുന്നത് ക്രിസ്തു എന്ന പാറയില. നീ അവന്റെ ഉള്ളം കയ്യില. ഒരു ശത്രുവിന് നിന്നെ വിട്ടുകൊടുക്കാതെ, ഒരു പൈശാചിക മണ്ഡലത്തിന് നിന്നെ വിട്ടുകൊടുക്കാതെ നിന്നെ കൈകളിൽ സൂക്ഷിക്കുന്ന ഒരു കർത്താവിനെ എത്ര പേർക്ക് കാണാൻ കഴിയുന്നുണ്ട്?
പെരുവെള്ള കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ മീതെ ഒഴുകില്ല. തീയിലൂടെ നടന്നാൽ നിന്റെ കാല് വെന്തുപോകില്ല. അഗ്നിജ്വാലകൾക്ക് നിന്നെ ദഹിപ്പിക്കാൻ കഴിയുകയില്ല. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ള കൈകളിൽ വഹിച്ചിരിക്കുകയാണ്. ആ ക്രിസ്തുവിന്റെ നീതിയിൽ ഞാൻ സ്ഥിരമായി നിൽക്കും. ഞായറാഴ്ച നിൽക്കുമെന്നല്ല. ഇന്ന് ഈ ചർച്ചയിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ അകത്തൊരു കാര്യം എനിക്ക് പിടികിട്ടി. എൻ്റെ യേശു എന്നെ നീതീകരിച്ചതാ. എൻ്റെ കർത്താവ് എന്നെ അംഗീകരിച്ചതാ. ഞാൻ അവനിൽ വിശ്വസിച്ചപ്പോൾ എൻ്റെ പഴയ ഫയലുകളെല്ലാം അവൻ ക്ലോസ് ചെയ്തതാണ്. ഇനി പിശാചെ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ നിന്നെ ആട്ടിപ്പായിക്കും യേശുവിന്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ. ഇത് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ടോ? അത് നിന്നോട് അടുത്ത് വരികയില്ല. 15-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നെങ്കിൽ അത് എന്റെ ഹിതപ്രകാരം. ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ അവൻ കലശൽ എന്ന് പറഞ്ഞാൽ എന്നാ? വഴക്ക്. ഒരുത്തൻ നിന്നോട് വഴക്കുണ്ടാക്കാൻ വരുന്നെങ്കിൽ അത് എന്റെ ഹിതപ്രകാരമല്ല. ആരെങ്കിലും നിന്നോട് വഴക്കുണ്ടാക്കാൻ വന്നാൽ നീ ഒന്നും ചെയ്യണ്ട, അവൻ തന്നെ വീണോളും. കാരണം ക്രിസ്തുവിന്റെ നീതിയിൽ നീ സ്ഥിരമായി നിൽക്കുകയാണ്. ഇനിയാണ് എന്നെ ഞെട്ടിപ്പിച്ച അടുത്ത വാക്യം, 16-17 വാക്യം. ആയുധങ്ങൾ തീർക്കാൻ കൊല്ലനെയും തീക്കനലൂതി പണി ചെയ്ത് ഓരോ ആയുധം തീർക്കാൻ കൊല്ലനെ സൃഷ്ടിച്ചിരിക്കുന്നു, നശിപ്പിക്കാൻ സംഹാരകനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. 17 എങ്കിലും നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും നിനക്ക് ഫലിക്കുകയില്ല. ആരൊക്കെ എന്തൊക്കെ പദ്ധതികൾ ഒരുക്കിയാലും എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട്? നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധങ്ങളും നിനക്ക് ഫലിക്കയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. കാരണം യഹോവയുടെ ദാസന്മാരുടെ അവകാശവും അവന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ സേവിക്കുന്നത് നീതിമാനായ ദൈവത്തെയാണ്. നീതിയുടെ കവചം കണ്ടോ? പൈശാചിക മണ്ഡലത്തെ ജയിക്കാൻ തന്നിരിക്കുന്ന രണ്ടാമത്തെ ആയുധം, രണ്ടാമത്തെ സംരക്ഷണം, നീതിയുടെ കവചം. നിന്റെ ഹൃദയത്തോടുള്ള ആക്രമണങ്ങളെ, നെഞ്ചോട് നെഞ്ചുള്ള നിന്റെ ആക്രമണങ്ങളെ, നിന്റെ ഹൃദയത്തെ മുറിവേൽപ്പിക്കാനുള്ള ആക്രമണങ്ങളെ തടയുന്ന നീതിയുടെ ബോധ്യം. ക്രിസ്തുവിൽ ഞാൻ നീതിമാൻ. അരയ്ക്ക് സത്യം കെട്ടുക, നീതി എന്ന കവചം ധരിക്കുക. സമാധാന സുവിശേഷം മൂന്നാമത്തത്, സമാധാന സുവിശേഷം, സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. feet prepared with the gospel of peace. ഞാൻ പ്രസംഗിക്കുന്നത് വഴക്കിന്റെ സുവിശേഷമല്ല, അടിയുടെ സുവിശേഷമല്ല, തല്ലിന്റെ സുവിശേഷമല്ല, സമാധാന സുവിശേഷം. ഈ സുവിശേഷം കേൾക്കാൻ പോയാൽ ഒരു സമാധാനം ഉണ്ടാകണം. ഒരു മീറ്റിങ്ങിന് ചെന്നാൽ ഒരു സമാധാനം കിട്ടണം. ജീവിതത്തിൽ ഒട്ടും സമാധാനം ഇല്ലാതാ പലരും ചർച്ചിലേക്ക് വരുന്നത്, ആണോ? പല ആൾക്കാരും ചർച്ചിൽ വരുന്നത് ജീവിതത്തിൽ സമാധാനം ഇല്ലാത്ത ഒത്തിരി പേര് ദൈവസമാധാനം പ്രാപിക്കാൻ ദൈവസന്നിധിയിലേക്ക് വരാറുണ്ട്. അതിനകത്ത് പ്രായ വ്യത്യാസമൊന്നുമില്ല, അതിനകത്ത് ചെറിയവരെന്നോ വലിയവരെന്നോ ഇല്ല, അതിനകത്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന പൊളിറ്റീഷ്യൻസ് എന്നോ ഒന്നുമില്ല. പല ആൾക്കാരെയും ഞാൻ വ്യക്തിപരമായ ജീവിതത്തിൽ കണ്ടുമുട്ടിയത്, പ്രാർത്ഥിച്ചത്, അവരുടെ ജീവിതം വളരെ അസ്വസ്ഥമായിരുന്നു. അവർക്ക് സമാധാനം ഇല്ലായിരുന്നു. സമാധാനം ഇല്ലാത്ത കാരണം കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ലായിരുന്നു. വീട്ടിൽ വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടെങ്കിലും സമാധാനം ഉണ്ടെങ്കിലേ അത് കഴിക്കാൻ പറ്റൂ. 3 ലക്ഷം രൂപയുടെ മെത്തയാ കട്ടിലേക്ക് കിടക്കുന്നതെങ്കിലും സമാധാനം ഉണ്ടെങ്കിലേ ഉറങ്ങാൻ പറ്റൂ. സമാധാനം ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നുമില്ല. സമാധാനമാണ് ഏറ്റവും വലുത്. അതുകൊണ്ടാണ് ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരുടെ നടുവിലേക്ക് വന്നിട്ട് യേശു പറഞ്ഞത്, നിങ്ങൾക്ക് സമാധാനം. എന്തെങ്കിലുമൊക്കെ വിഷയത്തിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ആകുലപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഈ നടുവിൽ നിന്നുകൊണ്ട് യേശു നിന്നെ നോക്കി പറയുന്നു, പീസ് ബി വിത്ത് യു, നിങ്ങൾക്ക് സമാധാനം. ബൈബിൾ പറയുന്നു, ശിഷ്യന്മാർ യേശുവിനെ കണ്ടപ്പോൾ സന്തോഷിച്ചു. സമാധാനം ഉണ്ടെങ്കിലേ സന്തോഷിക്കാൻ പറ്റൂ. സമാധാനം ഇല്ലാത്തവന്റെ ഹൃദയത്തിൽ നിന്നും മുഖത്തു നിന്നും വെളിപ്പെടുന്ന ചിരി അഭിനയമാണ്. സമാധാനം ഇല്ലാത്തവർ ചിരിക്കുന്ന ചിരിയൊക്കെ അഭിനയ ചിരികളാണ്. പക്ഷെ ഹൃദയത്തിനകത്ത് സമാധാനമുള്ളവർ
അവരുടെ മുഖത്ത് വിടരുന്ന ഒരു പുഞ്ചിരിയുണ്ട്. അത് പക്ഷേ ആക്ടിങ് ഒന്നും ആയിരിക്കത്തില്ല, ചെറുതായിട്ടൊക്കെ കാണുള്ളൂ, ചിലപ്പോൾ വലുതായിട്ടും കണ്ടേക്കാം. പക്ഷെ അതിനകത്തൊരു റിയാലിറ്റി ഉണ്ട്, അതിനകത്തൊരു ജെന്യൂനിറ്റി ഉണ്ട്. വിഭവസമൃദ്ധമായ സദ്യകളും കാർപോർച്ചിനകത്ത് 5-6 വണ്ടികളും കോടിക്കണക്കിന് ബാങ്ക് ബാലൻസും ഒക്കെ ഉണ്ടായിട്ടും ചിരിക്കാൻ പറ്റാത്ത, സന്തോഷിക്കാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കയറിക്കിടക്കാൻ ഒരു കിടപ്പാടം പോലും ഇല്ലാതെ, അരനാഴി അരിക്ക് വകയില്ലാതെ, ഒരു തുണിക്ക് മറുതുണി എടുത്ത് ഉടുക്കാൻ വസ്ത്രമില്ലാതെ ജീവിതത്തിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്നെങ്കിലും യേശു ജീവിതത്തിൽ വന്നതുകൊണ്ട് ഭയങ്കര ഹാപ്പിയായി ജീവിക്കുന്നവരെ, സന്തോഷമായിട്ട് ജീവിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പണമല്ല നിങ്ങളുടെ സമാധാനത്തിന്റെ അടിസ്ഥാനം, നിങ്ങളുടെ കഴിവോ നിങ്ങളുടെ സ്ഥാനമാനങ്ങളോ അല്ല നിങ്ങളുടെ സമാധാനത്തിന്റെ അടിസ്ഥാനം. നിങ്ങളുടെ ഹൃദയത്തിൽ യേശു തരുന്ന സമാധാനമാണ് ഏറ്റവും വലുത്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്ന പോലെ അല്ല. വീടുകളിൽ, കുടുംബങ്ങളിൽ, ബന്ധങ്ങളിൽ ഒക്കെ ഭയങ്കര ദൈവ സമാധാനം ഉണ്ടാകട്ടെ. സമാധാന സുവിശേഷം ദേശത്ത് കത്തിപ്പിടിക്കട്ടെ. സുവിശേഷത്തിന്റെ പേരിൽ നടക്കുന്ന വഴക്കുകളും വിഭാഗീയതകളും വർഗവർണ്ണ വ്യത്യാസങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. സമാധാനം. ഇത് ഈ വചനം എവിടെ പ്രസംഗിക്കപ്പെടുന്നോ, ഈ വചനം എവിടെ ഉയർത്തപ്പെടുന്നോ, തകർന്ന കുടുംബങ്ങൾ പണിയപ്പെടുന്നു, ഉലഞ്ഞ ബന്ധങ്ങൾ പണിയപ്പെടുന്നു. ആമേൻ. തകർന്നു പോയ വീടുകൾക്കകത്ത് ഭയങ്കര സ്വസ്ഥത ഉണ്ടാകുന്നു. ഓ, നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് ചിലതിനെ ദൈവം നടത്താൻ പോകുക. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ സ്വസ്ഥതയുള്ള വെള്ളം എങ്ങനെയാ മാനുകൾ, ആടുകൾ കുടിക്കുന്നതെന്ന്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാനുകളും വരയാടുകളും ഒക്കെ വെള്ളം കുടിക്കാൻ അരുവികളിൽ വന്നിരിക്കുമ്പോൾ അതിന്റെ ചെവി എപ്പോഴും ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കും, അതിന്റെ കണ്ണിങ്ങനെ നോക്കും. കാരണം ഇത് വെള്ളം കുടിക്കാൻ കൂട്ടമായിട്ട് വന്ന് നിൽക്കുമ്പോഴാണ് മൃഗങ്ങൾ വന്ന്, പുലി വന്ന്, സിംഹം വന്ന് ചാടി പലപ്പോഴും പിടിച്ചതിനെ ആക്രമിക്കുന്നത്. പക്ഷേ അവൻ എന്നെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് നടത്തും. അവന്റെ ആടുകൾ സ്വസ്ഥതയോടെ വെള്ളം കുടിക്കുന്നതിനാണെന്നറിയോ? തൊട്ടപ്പുറത്ത് ഇടയനിരിപ്പുണ്ട്. ആ ഇടയൻ അവിടെ ഇരിക്കുന്നിടത്തോളം നിന്നെ ഒന്നും തൊടുകയില്ല. വീണ്ടും ആ പദം ആത്മാവ് ഉപയോഗിക്കുന്നു. ഈ ലോകം മുഴുവനും നിനക്കെതിരെ ഒറ്റക്കെട്ടായി നിന്നാലും യേശു നിന്നെ ഒറ്റയ്ക്ക് രക്ഷിക്കും. വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഹല്ലേലൂയ. ഓ റബ ശൽക്കന. ഈ ലോകം മുഴുവൻ നിന്നെ ഒറ്റക്കെട്ടായി തകർക്കാൻ നോക്കിയാലും അവൻ നിന്നെ ഒറ്റയ്ക്ക് ഉയർത്തിയിരിക്കും. കാരണം യെശയ്യാവ് പറയുന്ന ഒരു വചനമുണ്ട്, പ്രവചനമുണ്ട്. ദൈവം പറയുന്നു യെശയ്യാവിനോട്, ഞാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ ആരെന്റെ കൂടെ ഉണ്ടായിരുന്നു? ദൈവം പറയാ, പ്രിയരെ, ഞാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ ആരെന്റെ കൂടെ ഉണ്ടായിരുന്നു? എനിക്ക് സകലത സൃഷ്ടിക്കാൻ, എനിക്ക് പ്രവർത്തിക്കാൻ എനിക്ക് ആരുടെ സഹായം വേണ്ട. ദൈവം പറയുന്നു, എനിക്ക് ആരുടെ സഹായം വേണ്ട. അങ്ങനെയാണെങ്കിൽ നിനക്ക്, ദൈവപൈതലേ, നമുക്ക് പറയാൻ കഴിയണം, എൻ്റെ പൊന്നു ബ്രദറെ, എൻ്റെ പൊന്നു സിസ്റ്ററെ, എനിക്ക് ആരുടെ സഹായം വേണ്ട. എൻ്റെ സഹായം ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരും. തക്ക സമയമാകുമ്പോൾ ഈ ദൂത് ഇന്ന് പകലിൽ ചിലരുടെ മേളിലേക്ക് വീഴുന്ന ഒരു പുതപ്പാണ്. തക്ക സമയമാകുമ്പോൾ എന്റെ ദൈവത്തിന്റെ കരം എനിക്കായി ചലിച്ചിരിക്കും. ഓ ഹല്ലേലൂയ. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുകയാണ്. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരും. എല്ലാരും പറഞ്ഞ്, ഭിന്നതയുടെ മതിൽ ഇടിക്കുന്നതാണ് സമാധാന സുവിശേഷം. സമാധാന സുവിശേഷം കാലിന് ചെരുപ്പാക്കിയും. കാരണം നമ്മൾ ചെരുപ്പിട്ടല്ലേ നിൽക്കുന്നേ? ആണോ? ചെരുപ്പിട്ട് നിൽക്കുന്നവരുണ്ടോ? ചെരുപ്പിട്ട് നിൽക്കും. നമ്മൾ നിൽക്കേണ്ടത് അതിനകത്താണ്. സമാധാനം അനുഭവിച്ചുകൊണ്ട് നിൽക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ചേർന്നൊരു ആമീൻ പറഞ്ഞാട്ടെ. സമാധാന സുവിശേഷം കാലിന് ചെരുപ്പാക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിപ്രധാനപ്പെട്ട ഒരു വാക്യം അതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് വായിച്ചോട്ടെ. എഫേസ്യർ 4:3. എഫേസ്യർ 4:3. ആത്മാവിന്റെ
ഐക്യത. സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുവീൻ. എവിടെ ആത്മാവിന്റെ ഐക്യതയുണ്ടോ അവിടെ നല്ല ബന്ധങ്ങളുണ്ട്, അവിടെ സമാധാനമുണ്ട്. അത് എവിടെയാണെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് നിന്ന് ഐക്യത പോയാൽ അത് രണ്ടാകും, ബന്ധങ്ങളുടെ ഐക്യത പോയാൽ അത് രണ്ടാകും. ഐക്യത, ആത്മാവിന്റെ ഐക്യത എവിടെ നമ്മൾ കാക്കുവാൻ അതിനെ ശ്രമിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്? നമ്മൾ ശ്രമിക്കണം. ആ ബന്ധത്തെ കാക്കാൻ ശ്രമിച്ചാൽ ആത്മാവിന്റെ ഐക്യത, സമാധാന ബന്ധത്തിൽ കാക്കുവാൻ നിങ്ങൾ ശ്രമിക്കുകയും. ഹല്ലേലൂയ. ചേർന്ന് ആമേൻ പറയാം. അയ്യോ, പ്രധാന ഭാഗം, 4-ാമത്തെ വിഷയം, ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്താൻ തക്കതായ വിശ്വാസം എന്ന പരിച. ദുഷ്ടന്റെ തീയമ്പുകൾ എല്ലാ ദിവസവും എഴുതി വിടുന്നുണ്ട് കേട്ടോ. എല്ലാ ദിവസവും സ്റ്റോക്കാ പുള്ളിയുടെ കയ്യിൽ തീയമ്പുകൾ. നിങ്ങൾക്കറിയാമോ, ഈ റോമൻ ആർമീസ് ഈ തീയമ്പുകൾ എയ്യുന്ന സമയത്ത് ഈ പരിച ഇവര് ചേർത്ത് പിടിക്കും. ഇവരൊന്നിച്ച് പിടിച്ച്, വലിയ ഹൈറ്റ് ഉള്ള പരിചയാണ്. ഇവര് ഈ പരിച ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നിൽക്കും. തീയമ്പുകൾ ഏത് സൈഡിൽ കൂടെ വീണാലും ഈ പരിച അതിനെ തട്ടിക്കളയും. ഈ നിൽക്കുന്നതിനൊരു സ്റ്റൈലുണ്ട്. അതാണ് ആ ഐക്യത, ആ യൂണിറ്റി. അതാണ് ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന വിശ്വാസ പരിചയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണെന്നറിയാമോ? ഈ വിശ്വാസം എന്ന പരിച പിടിക്കുന്നവർ ഒറ്റക്കെട്ടായി പിടിക്കണം. ഹല്ലേലൂയ. ഒറ്റയ്ക്കൊറ്റയ്ക്കും വിശ്വസിക്കാം, ഒറ്റക്കെട്ടായും വിശ്വസിക്കാം. ഒറ്റക്കെട്ടായി ഒറ്റ വിഷയത്തിൽ വിശ്വസിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ. നമ്മുടെ ചർച്ചയിൽ ഒരു കുടുംബത്തിന് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒറ്റക്കെട്ടായി ഒറ്റ വിശ്വാസത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. എല്ലാ തീയമ്പുകളും പൊളിഞ്ഞു പോകും. ഒറ്റക്കെട്ടായി ആ തീയമ്പുകൾ ഏത് വഴിക്കൂടെ വന്നാലും ഇതിൽ തട്ടിപ്പോയി. ഇതെങ്ങനെ പിടിക്കുന്നതെന്നറിയോ? ഇത് ഫ്രണ്ടിൽ നിൽക്കുന്നവൻ അങ്ങനെ പിടിക്കുന്നു, പുറകെ നിൽക്കുന്നവൻ ഫ്രണ്ടിൽ നിൽക്കുന്നവനെ കവർ ചെയ്ത് പിടിക്കുന്നു. ഇതൊരു സഭയുടെ ചിത്രമാണ്. ഇതാ ചർച്ച. അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുന്നതല്ല ചർച്ച, അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുക്കുന്നതല്ല സഭ, അങ്ങോട്ടും ഇങ്ങോട്ടും കവർ ചെയ്യുന്നതാ സഭ. ഒറ്റക്കെട്ടായി പരിച പിടിച്ചിട്ട് അതിന്റെ മുകളിൽ ഇത് ചേർത്ത് പിടിക്കും. അടുത്ത് നിൽക്കുന്നവനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. നിങ്ങൾക്കറിയാവോ, ഏറ്റവും ഇവർ നിൽക്കുന്നതിന്, ഇവർ യുദ്ധം ചെയ്യുന്നതിന് ഒരു മുറയുണ്ട്. ഇവർ യുദ്ധം ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വലിയ പരിചയമുണ്ട്. ഇദ്ദേഹം അത് ഫ്രണ്ടിൽ പിടിച്ചിരിക്കുക. അപ്പൊ ഇദ്ദേഹത്തെ പുറകെ ഇവിടെ നോക്കിയ രക്ഷയുടെ ശിരസ്ത്രമുണ്ട്, നീതിയുടെ കവചമുണ്ട്, ബെൽറ്റ് ഉണ്ട്, അരയ്ക്ക് വാളുണ്ട്, കാലിന് ചെരുപ്പുണ്ട്. പക്ഷെ ഈ ബാക്കിൽ എന്തെങ്കിലും ഉണ്ടോ? പുറകിൽ എന്തെങ്കിലും സംരക്ഷണം ഉണ്ടോ? അപ്പൊ പുറകിൽ കൂടെ ഒന്ന് ആക്രമിച്ചൂടെ? അപ്പൊ അവരെന്നാ ചെയ്യുന്നറിയോ? അടുത്ത പടയാളി ഇവിടെ കയറി നിൽക്കും. ഇതാ സഭ. ഒന്ന് കരമടിച്ച കർത്താവിനെ സ്തുതി. ഇതാ ചർച്ച്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരസ്പരം താങ്ങുവാൻ, പരസ്പരം പ്രാർത്ഥിക്കുവാൻ, ഒറ്റക്കെട്ടായി വിശ്വസിക്കുവാൻ, ഒന്നിച്ച് ആത്മാവിൽ പോരാടാൻ വിളിക്കപ്പെട്ടവർ. അകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുന്നതല്ല സഭ. അതുകൊണ്ട് ദുഷ്ടന്റെ തീയമ്പുകൾ എപ്പോഴും ഉണ്ട്, എല്ലാ വീട്ടിലും ഉണ്ട്. നിന്നെ തൊടാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പത്രോസ് അത് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചിന്തിച്ച് ചുറ്റി നടക്കുന്നു. അടച്ച വാതിലുകളൊന്നും തുറക്കരുത്. ഇതൊരു സന്ദേശമാണ്. നിന്റെ ജീവിതത്തിൽ നീ മദ്യപാനത്തിന്റെ വാതിൽ അടച്ചെങ്കിൽ തുറക്കരുത്. നിന്റെ ജീവിതത്തിൽ നീ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഏതെല്ലാം കതകുകൾ നീ അടച്ചോ അതൊന്നും ഇനി തുറക്കരുത്. കാരണം അവൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് പകൽ ആരെയൊക്കെ ദൈവം ഇനി വിടിവിക്കുന്നത് എനിക്കറിയാം. ദൈവത്തിന്റെ കരവിധി ചലിക്കുന്നത് എനിക്കറിയാം. യെസ്, ഹല്ലേലൂയ. അവന്റെ തീയമ്പുകൾ എപ്പോഴും അവൻ എയ്യുന്നുണ്ട്.
പക്ഷേ വിശ്വാസം എന്ന പരിചയം അതൊരു വലിയ സത്യമാണ് പ്രിയപ്പെട്ടവരെ. എനിക്ക് അതിനകത്ത് കുറച്ചു നേരം നിൽക്കണമെന്നുണ്ട്. പക്ഷെ ഈ ഫറവോന്റെ തീയമ്പുകളെ മോശ ജയിച്ചത് എങ്ങനെയാണെന്നറിയാം? എബ്രായർ 11:27. തീയമ്പെന്ന് പറഞ്ഞാൽ അവന്റെ വാക്കുകൾ, പ്രവൃത്തികൾ. ഹീബ്രു ചാപ്റ്റർ 11:27. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. നോക്കിയേ, വിശ്വാസത്താൽ മോശ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. മോശയുടെ നിപ്പും പടുതിയും ഒക്കെ കണ്ടാൽ രാവിലെ ദൈവത്തിന്റെ കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്ന പോലെയാ. വല്ലതും പിടി കിട്ടിയോ? അദൃശ്യ ദൈവത്തെ അവൻ കണ്ടതുപോലെ ഉറച്ചു നിന്നു. ആ നിപ്പാണ് ഫറവോന്റെ മുട്ടിടിപ്പിച്ചത്. വല്ലതും പിടി കിട്ടിയോ? ആ നിപ്പാണ് അവന്റെ വിശ്വാസത്താലുള്ള ദൈവത്തെ ഞാൻ മുഖാമുഖമായി കണ്ടിരിക്കുന്നു, ആ ദൈവം എന്റെ കൂടെ ഉണ്ട്. ആ നിപ്പാണ് ഫറവോന്റെ പാടിയത്. ആഹാബിന്റെ കൊട്ടാരത്തിനകത്ത് കയറി വന്ന് ഏലിയാവ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്: ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യില്ല. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. അങ്ങനെയാ തുടങ്ങുന്നത്. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. 1 രാജാക്കന്മാർ 17:2 വാക്യം. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവ. ഞാൻ സേവിച്ചിരുന്നതല്ല, ഞാൻ സേവിച്ച് കുഴഞ്ഞതല്ല, ഞാൻ സേവിച്ച് നിൽക്കുന്ന, പ്രസന്റ്ലി സ്റ്റിൽ ഇപ്പോഴും എനിക്ക് ആ ദൈവത്തോട് ബന്ധമുണ്ട്. ഇന്ന് രാവിലെ മിണ്ടിയച്ചാ ഞാൻ നിൽക്കുന്നത്. ഞാനധികം അത് എങ്ങനെ പ്രസംഗിക്കണമെന്ന് എനിക്ക് അറിയില്ല. ഇന്ന് രാവിലെയും ഈ കർത്താവിനോട് മിണ്ടിയച്ചാ ഞാൻ നിൽക്കുന്നത്. ആ ഉറപ്പാണ് പിശാചിന് ഞാനൊരു ഭീഷണിയാകുന്നത്. ഞാൻ സേവിച്ച് നിൽക്കുന്ന ആ നിപ്പ് കണ്ടോ? ഞാൻ സേവിച്ച് നിൽക്കുന്ന. ചില പ്രതിസന്ധികളൊക്കെ നിങ്ങളുടെ മുമ്പിലോട്ട് വരുമ്പോ ആ പ്രശ്നം നിന്റെ നിപ്പ് കണ്ട് പേടിച്ചു പോകണം. എത്ര പേർക്ക് ഹല്ലേലൂയ. വിശ്വാസത്താൽ മോശ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലൊരു നിപ്പ് നിന്നു. ആ നിപ്പിന്റെ മുമ്പിലാണ് എല്ലാ ബന്ധനം അഴിഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്ന പരിചയം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് ഉയർത്തിപ്പിടിക്കണം. എല്ലാ തീയമ്പുകളും ഉടഞ്ഞു പോകണം. ഞാൻ എബ്രായർ 3:12, 13, 14 സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആരിലും ഉണ്ടാകാതിരിക്കുവാൻ നോക്കുവീൻ. അവൻ അവരോട് സംസാരിച്ചു, ദൈവകൃപയിൽ നിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും പലർ പൗലോസിനെയും ബർന്നബാസിനെയും അനുഗമിച്ചു. അവരവരോട് സംസാരിച്ചു, ദൈവകൃപയിൽ നിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. നിങ്ങളുടെ ജോലി അതാ. ദൈവത്തിന്റെ കൃപയിൽ നിൽക്കാൻ, ഓരോരുത്തരും നിൽക്കാൻ നിങ്ങൾ അവരെ ഉത്സാഹിപ്പിക്കണം. ദൈവവചനം സംസാരിച്ച് വിശ്വാസത്തിൽ ബലഹീനരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിച്ച് അവരെ ദൈവകൃപയിൽ നിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിക്കണം. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുക. നിങ്ങൾ അറിഞ്ഞ സത്യം സത്യമാണ്. നിങ്ങൾ അനുഭവിച്ചത് ദൈവകൃപ സത്യമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഇറങ്ങി വന്നിരിക്കുന്നത് ഒരു കെട്ടുകഥയുടെ പുറകിലല്ല. കാലഘട്ടത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ച അതിശക്തമേറിയ ഒരു വിശ്വാസ ചരിത്രമാണിത്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് എവരിഡേ വിശ്വാസത്തിന്റെ പരിച ഉയർത്തിപ്പിടിച്ചോണം. നെഗറ്റീവായിട്ടുള്ള ഒത്തിരി അമ്പുകൾ നിങ്ങൾക്കെതിരെ വരും. വിശ്വാസത്തിന്റെ വാക്കുകൾ ഉപയോഗിച്ചോണം. വിശ്വാസത്തിന്റെ വാക്ക് ഒരു പരിചയമാണ്. തീയുടെ ബലം കെടുത്തുന്ന വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം. പറഞ്ഞ് വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം. നിങ്ങളുടെ മനസ്സിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്ത വന്നാൽ refuse that thoughts. ഞാൻ അതിനെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. അത് എനിക്കുള്ളതല്ലെന്ന് പറഞ്ഞേക്കണം. നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരണം. വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം. എഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കണം. അതെങ്ങനെയാണെന്നറിയാമോ? ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഞാൻ 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞോട്ടെ. ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ, രക്ഷ എന്ന ശിരസ്ത്രം. 5ാമത്തെ സംരക്ഷണം എന്നാ? ഹെൽമെറ്റ്. എന്തിനാ ഹെൽമെറ്റ് വയ്ക്കുന്നേ? ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ?
ശിരസ്ത്രം. ഈ രക്ഷയെ, ഇത് കേട്ടോണേ, ഈ ഒരു പോയിന്റ് ദൈവം എന്നോട് സംസാരിക്കും. ഈ രക്ഷയെ എന്തിനാണ് ഹെൽമറ്റിനോട് കൂടെ കമ്പയർ ചെയ്തേ? ഹെൽമറ്റ് വെച്ച് കഴിഞ്ഞാൽ യാത്ര തുടങ്ങുകയാണ്. ഹെൽമറ്റ് തലയെ കയറ്റി കഴിഞ്ഞാൽ എന്താ ഓർത്തോണം? എവിടോ പുള്ളി പോകാൻ പോവാണ്. രക്ഷ എന്ന ശിരസ്ത്രം കീറിക്കഴിഞ്ഞാൽ ഒരു ജേണി തുടങ്ങുകയാണ്. ആ യാത്രയിലായിരിക്കുന്നവരെന്ന് കൈ അടിച്ചേ. എന്നോ ഒരിക്കൽ, എപ്പോഴോ ഒരിക്കൽ രക്ഷ എന്ന ശിരസ്ത്രം തലയിൽ കയറി അന്ന് തുടങ്ങിയതാ യാത്ര. എന്റെ തുടങ്ങിയിട്ട് 22 വർഷമായി. ഓ ഹല്ലേലൂയ, അന്ന് തുടങ്ങിയതാണ് ഈ ജേർണി. ശബ്ദമുയർത്തി കർത്താവിന് ഒന്ന് സ്തോത്രം ചെയ്യാവോ? രക്ഷ എന്ന ശിരസ്ത്രം. ഇനി അത് മാത്രമല്ല, ഈ റോമൻ സോൾജിയേഴ്സിന്, റോമൻ പട്ടാളക്കാരുടെ ഐഡന്റിഫിക്കേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ശിരസ്ത്രം. സാധാരണ ഹെൽമറ്റ് അല്ല. ആ ഹെൽമറ്റിന്റെ മുകളിൽ ഒരു രസം, വളരെ രസം കണ്ടോ? വളരെ രസമാണ് കാണാൻ. എന്റെ മേളിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട്, ഇങ്ങനെ ഒരു ബ്രഷ് പോലൊരു സംഭവം കൂടെ ഒക്കെ കാണാം. കണ്ടോ? ആ ശിരസിന്റെ മേളിൽ ഇരിക്കുന്നുണ്ടോ? റോമൻ സോൾജിയേഴ്സിന്റെ ഹെൽമറ്റാ. എപ്പോഴും ഓർത്തോണം, ഈ ഹെൽമറ്റ് ഉള്ളവൻ എവിടെ നിന്നാലും കാണാം. പിടികിട്ടിയില്ലല്ലേ? രക്ഷയുടെ ശിരസ്ത്രം തലയെ കയറിയവൻ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യപ്പെടും. കോളേജിൽ അവനെ ഐഡന്റിഫൈ ചെയ്യും, കോളേജിൽ അവനെ ഐഡന്റിഫൈ ചെയ്യും, വീട്ടിൽ അവനെ ഐഡന്റിഫൈ ചെയ്യും, നാട്ടുകാരവനെ ഐഡന്റിഫൈ ചെയ്യും. നോർമൽ ഹെൽമെറ്റിൽ ഐഡന്റിഫൈ ചെയ്യത്തില്ല, ഇത് ഐഡന്റിഫൈ ചെയ്യും. നമ്മൾ പറയത്തില്ല, രക്ഷിക്കപ്പെട്ടവനെ കണ്ടാ അറിയാം, രക്ഷിക്കപ്പെട്ടവനോട് മിണ്ടിയാൽ അറിയാം. രക്ഷ എന്ന ശിരസ്ത്രം ശിരസിൽ കയറിയവരെ, യു ആർ ദ യൂണിക് പേഴ്സൺ, യു ആർ ദ സ്പെഷ്യൽ വൺ. The same time you are started your own journey with Jesus. യേശുവിന്റെ കൂടെയുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. യേശുവിനോടൊപ്പം ഉള്ള യാത്ര ചെയ്യുന്നവരെന്ന് കൈ ഉയർത്തി, ശബ്ദം ഉയർത്തി അവരൊരു ഹല്ലേലൂയ പറഞ്ഞേ. യു സ്റ്റാർട്ടഡ് ദ ജേർണി. ഇനി അങ്ങ് എത്തുന്നത് വരെയും ഇതിന്റെ ഇടയ്ക്ക് ഈ ഹെൽമറ്റ് അഴിക്കരുത്. ഹെൽമറ്റ് അഴിക്കുന്നത്, ഹെൽമറ്റ് പോകുന്നത് സേഫ് അല്ല. രക്ഷ നഷ്ടപ്പെടുത്തരുത്, അത് സേഫ് അല്ല, അത് ഇല്ലാതാക്കരുത്, അത് ഒഫൻസ് ആണ്. അതുകൊണ്ട് സേഫ് സോണിലെത്താൻ, ലക്ഷ്യസ്ഥാനത്തെത്താൻ, എത്തേണ്ടിടത്തെത്താൻ, എന്നെ ശ്രദ്ധിച്ച്, എത്തേണ്ടിടത്തെത്താൻ ഈ രക്ഷ എന്ന ശിരസ്ത്രം നിങ്ങൾക്ക് അവസാനം വരെ ഉണ്ടാകണം. ചേർന്നൊരു ആമീൻ പറയാവോ? ഹല്ലേലൂയ. കാരണം ശിരസ് സുരക്ഷിതമല്ലെങ്കിൽ ബാക്കിയുള്ള ശരീര അവയവങ്ങളൊന്നും സുരക്ഷിതമല്ല. തലയ്ക്ക് ബ്രെയിൻ ഡെത്തായി പോയാൽ, നിങ്ങൾ കണ്ടില്ലേ, ബ്രെയിൻ ഡെത്തായി പോയവരുടെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് സംഭാവന ചെയ്യുന്ന കണ്ടിട്ടില്ലേ? വേറെ എന്തെല്ലാം ഉണ്ടെങ്കിലും ബ്രെയിൻ ഡെത്തായി പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശിരസിനെ സംരക്ഷിക്കുന്ന, നിങ്ങളെ യുണീക്കാക്കുന്ന, നിങ്ങളെ ഒരു യാത്രയ്ക്ക് വേണ്ടി നിങ്ങളെ കൊണ്ടുപോകുന്ന നിങ്ങളുടെ രക്ഷ എന്ന ശിരസ്ത്രത്തെ ഉറപ്പിക്കണം. ഈ കൂട്ടത്തിൽ ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരുണ്ടോ? ഇനി രക്ഷ എന്നാന്ന് അറിയാത്തവരുണ്ടോ? എന്തുവാ രക്ഷ? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സാൽവേഷൻ? രക്ഷ എൻ്റെ പാപക്ഷമയാണ്. രക്ഷ ഫോർഗീവ്നെസ് ആണ്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ലഭിക്കുന്ന പാപവിമോചനവും പാപത്തിന്റെ അനന്തരഫലത്താൽ വെളിപ്പെടാനിരുന്ന ശിക്ഷാവിധിയിൽ നിന്നും എനിക്ക് ലഭിച്ച വിമോചനമാണ് രക്ഷ. ഹല്ലേലൂയ. അതാണ് ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം 9-10 യേശു സക്കായിയെ നോക്കിയിട്ട് പറയുന്നത്, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. അപ്പൊ എങ്ങനെയാ രക്ഷിക്കപ്പെടുന്നേ? ബൈബിൾ എങ്ങനെയാ നമ്മളോട് അതിന് തരുന്ന ഉപദേശം? റോമർ 10:9-10-11. റോമർ 10:9-10-11. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. അത് ചെയ്ത എത്ര പേരുണ്ട്? യേശുവിനെ
രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ വായി കൊണ്ട് കർത്താവെന്ന് ഏറ്റുപറഞ്ഞ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അത് വാ കൊണ്ട് വിളിച്ചു പറഞ്ഞവർ. പതുക്കെ ആയിരിക്കും പറഞ്ഞ്, ഉറക്കെ ആയിരിക്കും പറഞ്ഞ്, പക്ഷെ എപ്പോഴെങ്കിലും ഒരു മീറ്റിങ്ങിൽ അനുദപിച്ച് ഹൃദയം യേശുവിന് വേണ്ടി കൊടുത്ത് അങ്ങനെ ചെയ്ത എത്ര പേരുണ്ട്? അത് വാ കൊണ്ട് പറയണം. 1,00,000 വോട്ട് മേടിച്ചാ ജയിച്ചെങ്കിലും സത്യപ്രതിജ്ഞ ചൊല്ലാതെ മന്ത്രിയാകത്തില്ല. ഇനി എത്ര കാണാൻ കൊള്ളാവുന്ന മണവാളലും മണവാട്ടിയാണെങ്കിലും 50 ലക്ഷം മുടക്കി നടത്തുന്ന കല്യാണമാണെങ്കിലും ദൈവദാസൻ പറഞ്ഞു കൊടുക്കുന്ന ഉഭയസമ്മതം സ്വന്തം വാ കൊണ്ട് പറയാതെ ഉടമ്പടിയാകത്തില്ല. മനസ്സിലായോ? ഞാൻ രക്ഷിക്കപ്പെട്ടെന്നൊന്ന് വിശ്വസിച്ച് നടന്നാ പോരാ. യു അണ്ടർസ്റ്റാൻഡ് മീ? ഞാൻ രക്ഷിക്കപ്പെട്ടെന്നങ്ങ് വിശ്വസിച്ച് നടന്നാ പോരാ. അത് നടന്നിട്ടുണ്ടോ? വാ കൊണ്ട് ഏറ്റു പറഞ്ഞിട്ടുണ്ടോ? പരസ്യമായി കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ? സൗഖ്യം പ്രാപിച്ചതല്ല രക്ഷ, നിന്റെ പാപത്തെ ക്രിസ്തു വിമോചിപ്പിച്ചതാണ് രക്ഷ. ഹല്ലേലൂയ. അത് ലഭിച്ചവർ എത്ര ഭാഗ്യമുള്ളവരാണ്. ഭാഗ്യനാ ഭാഗ്യനാ യേശു എൻ പാപം തീർത്തനാ. ഭാഗ്യനാ ഭാഗ്യനാ യേശു എൻ പാപം തീർത്തനാ. ഭാഗ്യനാ ഭാഗ്യനാ യേശു എൻ പാപം തീർത്തനാ. കാരാഗൃഹ പ്രമാണിയോട് പൗലോസ് പറയുന്നു, കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നീ വിശ്വസിച്ചാൽ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ഇന്ന് പകൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട എത്ര പേരുണ്ട്? ഞാൻ യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തിൽ നിന്നുകൊണ്ട് പറയുന്നു, നിന്റെ കുടുംബത്തെ ദൈവം തൊട്ടിരിക്കും, നിന്റെ ഭവനത്തെ ദൈവം തൊട്ടിരിക്കും. കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. 1 തിമോത്തിയോസ് 2:4 ഞാൻ എപ്പോൾ അത് വായിച്ചാലും എന്റെ കണ്ണ് നിറയും. 1 തിമോത്തിയോസ് 2:4 അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവത്തിന്റെ ആഗ്രഹം. മോനെ ക്രിസ്റ്റി, ഇത് സാധിപ്പിച്ചു കൊടുക്കാവോ? ഇത് സാധിപ്പിച്ചു കൊടുക്കാവോ? ദൈവത്തിന്റെ ആഗ്രഹമാണത്. അവന്റെ ആഗ്രഹം സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും അവൻ ഇച്ഛിക്കുന്നു. ഇതൊരു ദൗത്യമായിട്ടൊന്ന് ഏറ്റെടുക്കാൻ എത്ര പേരുണ്ട്? ദൈവത്തിന്റെ ഈ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന സുവിശേഷകർ ഈ സഭയ്ക്കകത്ത് എഴുന്നേറ്റ് വരട്ടെ. സകല മനുഷ്യരും, ഒരു വ്യക്തി പോലും നരകത്തിൽ പോകാതെ, ഒരു വ്യക്തികൾ പോലും നശിച്ചു പോകാതെ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാൻ ശബ്ദമുയർത്തി ഹല്ലേലൂയ. 6-ാമത്തെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, വചനമെന്ന ആത്മാവിന്റെ വാൾ. വചനമെന്ന ആത്മാവിന്റെ വാൾ. വചനമെന്ന ആത്മാവിന്റെ വാൾ എടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ ശരീരത്തിൽ പിടിപ്പിച്ചിരിക്കുകയാണ്. കയ്യിലെടുക്കാനുള്ളത് അതാണ്, ഉയർത്താനുള്ളത് അതാണ്, വെട്ടേണ്ടത് അത് വെച്ചാണ്. വിടുതൽ നടക്കുമെന്ന് പറയാം. അതുകൊണ്ടല്ലേ എബ്രായർ 4:12 ഉറപ്പ് തരുന്നത്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവാഴ്ചലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിവഞ്ച മാംസങ്ങളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണ്. വിടുവിക്കുന്നത് വരെ. ഞാൻ നിങ്ങളോട് പറയുന്നു, വചനം നിങ്ങളുടെ അധരത്തിൽ എടുത്താൽ ആ വചനം അതിന്റെ പ്രവൃത്തി ചെയ്തിരിക്കും. ചർച്ചിൽ ഞാൻ പ്രസംഗിച്ച ഒറ്റ വചനങ്ങൾ വെറുതെ ആകത്തില്ല. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുകയും ഞാൻ അയച്ച കാര്യത്തെ സാധിപ്പിക്കുകയും ചെയ്യും. ഇരുവാഴ്ചയിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളത് വചനത്തിന്. പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ച മാംസങ്ങളെയും വിടുവിക്കുന്നത് വരെ. എനിക്ക് ആ പദം ഭയങ്കര, വിടുവിക്കും വരെ.
വിടുവിക്കും വരെ, നിനക്ക് ആ വിഷയത്തിൽ വിടുതൽ കൊണ്ടുവരുന്നത് വരെ. ജീസസ് നെയിം. ഒരാളെ ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ കിട്ടിയാൽ ഒരു വചനയിലും പുള്ളിയോടൊന്ന് പറഞ്ഞേക്കണം. വചനം പറയണം. നിങ്ങളുടെ മനസ്സിൽ സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ നിങ്ങൾ വചനം വാഗൊണ്ട് പറയണം, എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. മരണ ചിന്തകൾ അകത്തേക്ക് വരുമ്പോൾ വായ കൊണ്ട് പറയണം, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും. എൻ്റെ പിള്ളേര് വഴിപിഴച്ചു പോകുമെന്ന് പിശാച് പറയുമ്പോൾ നിന്റെ അധരം കൊണ്ട് പറയണം, ആമീൻ, എൻ്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും. എൻ്റെ മേൽ പകർന്ന എൻ്റെ ദൈവത്തിന്റെ ആത്മാവിനെയും എൻ്റെ അധരത്തിൽ തന്ന വചനത്തെയും എൻ്റെ സന്തതിയുടെ മേൽ നിന്നും എൻ്റെ സന്തതിയുടെ മേൽ നിന്നും നീങ്ങി പോകത്തില്ല. പറയണം, വാ കൊണ്ട് പറയണം. ഓ ഹല്ലേലൂയ. നീ തകർന്നു പോകുമെന്ന് പിശാച് നിന്റെ മനസ്സിൽ പറയുമ്പോൾ നീ വാ കൊണ്ട് വചനം പറയണം. ഞാൻ താഴ്ചയല്ല, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. പറയണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ അധരത്തിലെ വചനം ഒന്ന് എഴുതേ. വചനം എന്ന വാള് നിങ്ങളുടെ കരങ്ങളെടുക്കണം. വെളിപ്പാട് പുസ്തകം 12:11 പറയുന്നു, അവർ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യ വചന ഹേതുവായും പൈശാചിക ശക്തിയെ ജയിച്ചു. 2 കാര്യങ്ങളാ ദൈവമക്കളെ സാത്താന് പണി കൊടുക്കാൻ, അങ്ങനെ വേണം പറയാൻ. അവന്റെ മണ്ഡലത്തെ തകർക്കാൻ, അവനെ എതിർക്കാൻ കർത്താവ് തന്നിരിക്കുന്ന യേശുവിന്റെ രക്തം. സ്വർഗത്തിലെത്തിയ വിശുദ്ധന്മാർ, ദൈവസന്നിധിയിലെത്തിയ വിശുദ്ധന്മാർ, അവര് പറഞ്ഞ സാക്ഷിയാ, ഞങ്ങൾ അവനെ കുഞ്ഞാടിന്റെ രക്തഹേതുവായിട്ടും സാക്ഷ്യ വചന നിമിത്തവും ജയിച്ചു. ഇന്ന് പകൽ ദൈവ വചന അധരത്തിൽ എടുക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ സിനിമയ്ക്ക് പോയാൽ വീട്ടുകാരെ എതിർക്കുകയില്ല, കൂട്ടുകാർക്കും ഒരു കുഴപ്പമില്ല. നിങ്ങൾ വേറെ എന്നാ പരിപാടിക്ക് പോയാലും ആരും നിങ്ങളെ കളിയാക്കുകയില്ല. നിങ്ങൾ വചനം കേൾക്കാൻ പോയെന്നൊന്ന് പറഞ്ഞ്, ഞാൻ ഇന്നൊരു സുവിശേഷ യോഗത്തിന് പോയാന്ന് പറഞ്ഞ്, ഞാനൊരു വചനപ്രസംഗം കേൾക്കാൻ പോയെന്ന് പറഞ്ഞ്, വചനപ്രസംഗം അപ്പോഴേ അവരുടെ മുഖം അങ്ങ് മാറും, അവരെതിർക്കും. ഇതറിഞ്ഞിട്ട് സാത്താൻ സാരി ഉടുത്ത് ഓട്ടോ വിളിച്ച് വീട്ടിൽ വരും. ആരും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. പല ആൾക്കാരും നിനക്ക് എതിരാകും, കുടുംബക്കാരെതിരാകും. കാരണം പിശാചിനറിയാം നിന്നെ വിടുവിക്കുന്നത് വരെ പുറത്തെടുക്കുന്ന കർത്താവിന്റെ വചനം. അതുകൊണ്ട് വചനം കേൾക്കണം. പറഞ്ഞേ, വചനം കേൾക്കണം, വചനം പറയണം, വചനം വായിക്കണം, വചനം കേൾക്കണം, വചനം പറയണം, വാ കൊണ്ട് പറയണം. വായിക്കുന്നത് നിനക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ നിന്നോടത്തൂടെ പറയണം. നിന്റെ ശരീരത്തിൽ എന്തെങ്കിലും രോഗം ഉണ്ടാകുന്ന സമയത്ത് വാ കൊണ്ട് പറയണം. യെശയ്യാ 53:5 അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സങ്കീർത്തനം 103:3 അവൻ നിന്റെ സകല അകൃത്യങ്ങളും മോചിക്കുന്നു, സകല രോഗത്തെ സൗഖ്യമാക്കുന്നു. ഇരമ്യ 33:6 അവൻ എനിക്ക് സാക്ഷാൽ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി തരുന്നു. മത്തായി 21:22 നിങ്ങൾ പ്രാർത്ഥിക്കുന്നതൊക്കെ ലഭിച്ചെന്ന് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും. മർക്കോസ് 16:17 വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. നിങ്ങൾ രോഗിയുടെ മേൽ കൈവെക്കുമ്പോൾ നിങ്ങൾക്ക് സൗഖ്യം വരും. ഇരമ്യ 33:6 ഒന്നുകൂടെ പറയണം. അവൻ എനിക്ക് സാക്ഷാൽ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി തരും. പറയണം, പറയണം, പറയണം. നിന്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ നിനക്ക് കഴിയാതെ വരുമ്പോൾ നിന്നോട് പറയണം, ഇയ്യോബ് പറഞ്ഞ വാക്ക് പറയണം. ഇയ്യോബ് പറഞ്ഞ വാക്ക്, ഇയ്യോബിന്റെ പുസ്തകം 31 എന്റെ ചിന്ത, 31:1 വാക്യമാണെന്ന എന്റെ ചിന്ത. ഞാൻ എൻ്റെ കണ്ണിനോടൊരു നിയമം ചെയ്തിരിക്കുന്നു, പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? പറയണം. ഇത് പറയുമ്പം അത് തന്നെയാ, ഇത് പറയുമ്പം സംഭവം വിട്ടുപോകുന്നത് നമുക്ക് പറയാം. ഹല്ലേലൂയ. ആർക്കെങ്കിലും ഇട്ട് പണി കൊടുക്കാൻ നിന്റെ മനസ്സിങ്ങനെ പറയുമ്പോ, നിന്റെ ഹൃദയം പറഞ്ഞ് നീ എഴുന്നേക്കുമ്പോ, പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് വചനാകത്തോട്ട് പറഞ്ഞ, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ ഞാൻ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് ഞാൻ അവനെ അങ്ങ് അനുഗ്രഹിക്കുക എന്ന് പറയണം. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, വേറെ എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ നമ്മുടെ അധരത്തിലെടുത്താലും അതിനൊന്നും ശക്തിയില്ല. പക്ഷെ വചനത്തിന് ഭയങ്കര പവറാ.
അത് തിരിച്ചറിഞ്ഞ എത്ര പേരുണ്ട് ഇവിടെ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് തിരിച്ച് വീട്ടിൽ ആരാധന കഴിഞ്ഞ് വീട്ടിനകത്തോട്ട് കാലുകുത്തുമ്പം നിങ്ങൾ പറയണം, മത്തായി 10 എഴുതിയിട്ടുണ്ടല്ലോ, ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് സമാധാനം എന്ന് പറയണമെന്ന്. കർത്താവേ, ആ വചനത്താൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് പറയുന്നു, യാവേ ശലോം, എൻ്റെ ഭവനത്തിൽ സമാധാനം, എൻ്റെ വീട്ടിൽ സമാധാനം. വാ കൊണ്ട് പറയണം, അധരം കൊണ്ട് പറയണം. ആമേൻ. ഞാനിത് ചലഞ്ചായിട്ട് വെക്കുക. പറയണം. വചനമാണോ ജയിക്കുന്നത്, പിശാചാണോ ജയിക്കുന്നത് നമുക്ക് കാണാം. വാ കൊണ്ട് പറയണം, വചനമെടുത്ത് വെട്ടണം. The main thing, I'm closing this session. ഇതെനിക്ക് ഒത്തിരി പറയാനുള്ള ഒരു മേഖല കേട്ടോ. വിശുദ്ധന്മാർ ജയിച്ചത് വചനത്താൽ, യേശു സാത്താനോട് എതിർത്തത് വചനത്താൽ, അപ്പോസ്തലന്മാർ അധരത്തിൽ എടുത്തത് വചനം. വചനം 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 വായിക്കണം, ബൈബിൾ വായിക്കണം, നല്ല മെസ്സേജുകൾ കേൾക്കണം, യഥാർത്ഥമായി സത്യവചനത്തിന്റെ നല്ല സന്ദേശങ്ങൾ കേൾക്കണം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിക്കുന്നവൻ അനുഗ്രഹീതൻ, ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നടപ്പെട്ടിരിക്കുന്നതും ഇലവാടാത്തതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവനെ ഒരു സാഹചര്യത്തിനും വാട്ടാൻ കഴിയത്തില്ല, ഒരു സാഹചര്യത്തിനും അവനെ ഡൗൺ ആക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ഇതൊക്കെ ഒന്ന് സ്വീകരിക്കുന്നവരൊന്ന് കൈ അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ഇതൊക്കെ ഒന്ന് വെറുതെ കേൾക്കാം. Hallelujah. The 7th point is praying in spirit. ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഏത് നേരവും ആത്മാവിൽ പ്രാർത്ഥിക്കുക. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ. എങ്ങനെയാ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത്? ആത്മാവിൽ പ്രാർത്ഥിക്കണം. 1 കൊരിന്ത്യർ 14:15 ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ, 1 കൊരിന്ത്യർ 14:15 ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. ഈ നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യാത്ത ഒരേ ഒരു മേഖലയാണ് നമ്മൾ ടങ്സിൽ പ്രാർത്ഥിക്കുന്നത്. അന്യഭാഷ പ്രാർത്ഥിക്കുന്നവരുടെ കൈ ഉയർത്തി. ഒത്തിരി പേരുണ്ടല്ലോ സ്വീകരിക്കാൻ. മക്കളെ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം കേട്ടോ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവർ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ബുദ്ധി അബലമായിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കാം, നമുക്ക് ആത്മാവിലും പ്രാർത്ഥിക്കാം. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. പക്ഷെ ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ബുദ്ധി എന്ത് ചെയ്യുന്നു? അബലമായിരിക്കുന്നു. സത്യമല്ലേ? അന്യഭാഷ പറഞ്ഞുകൊണ്ട് ഡ്രൈവ് ചെയ്യാം, അന്യഭാഷ പറഞ്ഞുകൊണ്ട് കരിക്കരിയാം, അന്യഭാഷ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യാം. തെറ്റോ ഇല്ലയോ നോക്കിയേ. കാരണം ശരിക്കും ആത്മാവിൽ ടങ്സിൽ സംസാരിക്കുന്നവൻ ഇത് പറയുമ്പോൾ അവന്റെ മൈൻഡ്, ബുദ്ധി വർക്ക് ചെയ്യുന്നതേ ഇല്ല. അന്യഭാഷ കാണാതെ പഠിച്ച് പറയേണ്ടി ഒന്നല്ല, അന്യഭാഷ അനുകരണമല്ല. അന്യഭാഷ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു വിശ്വാസത്തിലാണല്ലോ, ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുമെന്ന് കരുതി പറയേണ്ടി ഒന്നല്ല. അത് നിങ്ങളുടെ അധരത്തിൽ, നിങ്ങളുടെ ആത്മാവിൽ ദൈവം തരുന്നൊരു കൃപയാണ്. അതിന് ഞാൻ എന്നാ ചെയ്യണം ബ്രദറെ എന്ന് ചോദിച്ചാൽ യേശു പറയുന്നു, മർക്കോസ് 16:17 വാക്യം, വിശ്വസിക്കുന്നവർ പുതുഭാഷകളിൽ സംസാരിക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും, എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. പുതുഭാഷകളിൽ വിശ്വസിച്ചാൽ മതി. പരിശുദ്ധാത്മാവിന് എനിക്കിത് തരാൻ കഴിയുമെന്ന് വിശ്വസിക്കണം. എന്നെ കേൾക്കുന്നുണ്ടോ? എന്തോ ഒരു ഭയങ്കര മൂവ്മെന്റ് ഉണ്ടാകാൻ പോവാ. ഇതാ ഏത് കാര്യമാണെങ്കിലും ഞാൻ വിശ്വസിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്കിത് ലഭിക്കുന്നത്. ഇതെനിക്ക് ദൈവത്തിന് തരാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കണം. ഈ സത്യത്തെ ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ വീട്ടിൽ ഒരു പ്രാർത്ഥന നടക്കുമ്പോൾ ഞങ്ങൾ 5-6 പേർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ദൈവദാസൻ അന്നിരുന്ന് ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മേളിൽ ദൈവശക്തി വന്നു. എൻ്റെ അധരം, എൻ്റെ ശരീരമെല്ലാം ആത്മാവിൽ നിറയാൻ തുടങ്ങി. എൻ്റെ നാവ് ചലിക്കാൻ തുടങ്ങി. എൻ്റെ വായിക്കകത്ത് പുതിയൊരു ഭാഷ വരുന്നു. എൻ്റെ നാക്ക് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതും പുതിയ ഭാഷ സംസാരിക്കുന്നതും എനിക്കറിയത്തില്ല അപ്പോഴെന്തോ നടന്നെന്നുള്ളത്. ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ അങ്ങ് അറ്റം വരെ ചെന്നു. തിരിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ വന്നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഞാൻ അവിടെ എത്തി. ഒരു ദൈവശക്തി എൻ്റെ മേളിൽ വന്നു. ഈ എന്തോ സന്തോഷമായിരുന്നെന്നറിയോ എനിക്കൊന്ന്, എന്താനന്ദമായിരുന്നെന്നറിയോ. എനിക്ക് കുറച്ച് വേർഡ്സാണ് കിട്ടിയേ.
അന്ന് രാത്രിയിലെല്ലാം ഞാൻ അതിൽ നിന്ന് പറഞ്ഞു, പ്രഭാതത്തിലിരുന്ന് പറഞ്ഞു, പിന്നെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ജ്വലിപ്പിച്ചു കർത്താവ്. പിന്നെ പിന്നെ പുതിയ 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 ഭാഷകൾ തന്നു. ഇതെന്തിനു വേണ്ടിയാ ദൈവം തരുന്നതെന്നറിയാവോ? അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, അവൻ ദൈവത്തോടത്രേ സംസാരിക്കുന്നു. ആരും അത് തിരിച്ചറിയുന്നില്ലല്ലോ. അവിടെ നമ്മൾ കളിയാക്കുന്ന. ബൈബിൾ പറയുന്നു ആരും അത് തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നു. എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നു. നീ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ പിശാച് കൺഫ്യൂസ്ഡ് ആണ്, പൈശാചിക മണ്ഡലം കൺഫ്യൂസ്ഡ് ആണ്, സാത്താന്യ മേഖലകൾ കൺഫ്യൂസ്ഡ് ആണ്. സ്വർഗീയ ഭാഷയാണ്. പല ലാംഗ്വേജസ് ഉണ്ട്, ഞാൻ അവിടെ പോകുന്നില്ല. പൗലോസ് പറയുന്നത്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും. ഏഞ്ചൽസിന്റെ ലാംഗ്വേജ് ഉണ്ട്, ദൂതന്മാരുടെ ഭാഷയുണ്ട്. അയ്യോ, അതൊക്കെ ഹയർ റിലങ്ങളാണ്. ഹല്ലേലൂയ. അതൊക്കെ കണ്ട മനുഷ്യനാണ് അദ്ദേഹം, കേട്ട മനുഷ്യനാണ്. പക്ഷെ അന്യഭാഷയിൽ സംസാരിക്കുന്നത് ഞാൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. ആരും അത് തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും ഞാൻ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നു. നമുക്ക് വേണ്ടേ അത്? നമുക്ക് ലഭിക്കേണ്ടത് വിശ്വസിക്കണം. അതിനെ എവിടെങ്കിലും കളിയാക്കിയിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും അതിനെ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ, പുച്ഛിച്ച് ചിരിച്ചിട്ടുണ്ടെങ്കിൽ, അതൊന്ന് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞേക്കണം. പരിശുദ്ധാത്മാവിനെതിരെ പറയുന്ന ഒരു ദൂഷണവും സ്വർഗ്ഗം ക്ഷമിക്കില്ലെന്ന ബൈബിൾ പറയുന്നത്. പക്ഷെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ പറഞ്ഞു പോയതാണ്. നമ്മുടെ അറിവ് കേട് കൊണ്ട് പറഞ്ഞു പോയത്. അറിഞ്ഞുകൊണ്ട് പറയരുത്, പറഞ്ഞാൽ അത് നല്ലതല്ല. അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ ചിന്തിച്ചു പോയെങ്കിൽ, കളിയാക്കി പോയെങ്കിൽ, ചിരിച്ചു പോയെങ്കിൽ, കോമഡിക്കാർ കാണിക്കുന്നത് കണ്ടുകൊണ്ട് നമ്മളും കൈയടിച്ചെങ്കിൽ, കർത്താവിനോടൊന്ന് ഏറ്റു പറഞ്ഞേക്കണം. കാരണം ഇത് ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് ആൻ ആക്ടിങ്, ദാറ്റ് ഈസ് എൻ റിയാലിറ്റി, ദാറ്റ് ഈസ് എൻ എക്സ്പീരിയൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ക്രിസ്ത്യാനിത്വം ഒരു അഭിനയമല്ല, അതൊരു അനുഭവമാണ്. ഇത് അനുഭവിച്ചറിഞ്ഞവരൊരു ഹല്ലേലൂയ പറഞ്ഞേ. അന്യഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണെന്നറിയാം പ്രിയപ്പെട്ടവരെ? ഓക്കെ, റോമർ 8:26-27. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. 27-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം. ആത്മാവിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്നാണെന്നറിയാവോ? അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന അന്യഭാഷയുടെ ഏറ്റവും വലിയ ഗുണം എന്നാണെന്ന് പറഞ്ഞുതരാം. നമുക്ക് മനസ്സിലാകുന്നില്ലെന്നുള്ളതാണ്. പിടികിട്ടില്ലല്ലേ? നമ്മൾ എന്തോ പറയുന്നതെന്ന് നമുക്ക് അത് മനസ്സിലാക്കിയിരുന്നേ നമ്മൾ അതും പറഞ്ഞിൽ നിർത്തിയേനെ. നമ്മൾ എന്നാ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരും മിണ്ടുന്നില്ലല്ലോ. നമ്മൾ ആ പറയുന്ന കാര്യം എന്നാന്ന് നമുക്ക് പിടികിട്ടിയിരുന്നെങ്കിൽ, അയ്യോ ഞാൻ അതല്ല ഉദ്ദേശിച്ചെന്ന് പറഞ്ഞ അടുത്ത കാര്യം പറഞ്ഞു. അന്യഭാഷയിലുള്ള പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് ദൈവഹിതപ്രകാരമുള്ള പ്രയറാണ്. ആത്മാവ് പ്രാർത്ഥിച്ചാൽ ദൈവഹിതപ്രകാരമേ പ്രാർത്ഥിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവ് ഒരിക്കലും എൻ്റെ ഇഷ്ടത്തിന് പ്രാർത്ഥിക്കൂല. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞേ പ്രാർത്ഥിക്കുകയുള്ളൂ. എത്ര പേർക്ക് അതൊന്ന് സ്വീകരിക്കാൻ ഇന്ന് പകൽ? കാരണം ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നു. യൂദായുടെ ലേഖനം ഒറ്റ അധ്യായമേ ഉള്ളൂ. നമുക്കറിയാം അതിന്റെ 20-ാമത്തെ വാക്യം, യൂദ 1:20. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. ഓ ഹല്ലേലൂയ. Praying in the Holy Ghost. മലയാളികളായ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പം പുറകെ ഒരു ഫാമിലി ശബ്ദം, എന്തുട്ടാ പറയണ്ടേന്ന് അറിയില്ല കേട്ടാ. എങ്ങനെ പോകുന്നു? കൊച്ചിക്കാരന്റെ സ്ലാങ്ങും കൊച്ചിക്കാരന്റെ ശബ്ദവും കേട്ടപ്പോ കൊച്ചിക്കാരൻ തിരിഞ്ഞു നോക്കി. നിങ്ങളുടെ ലാംഗ്വേജും നിങ്ങളുടെ സ്ലാങ്ങും കേട്ടപ്പോ, നിങ്ങൾ ദുബായിലോ ഖത്തറിലോ ഡൽഹിയിലോ നടക്കുമ്പോൾ അങ്ങനെ ഒരു മലയാളിയുടെ സംസാരം കേട്ടപ്പോ, നിങ്ങളുടെ ഭാഷ കേട്ടപ്പോ നിങ്ങൾ തിരിഞ്ഞു നോക്കിയെങ്കിൽ, സ്വർഗത്തിന്റെ ലാംഗ്വേജ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ the all heaven will attention it. മലയാളത്തിൽ പ്രാർത്ഥിച്ചാലും കേൾക്കും, ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാലും കേൾക്കും. ഞാൻ എൻ്റെ ടോപ്പിക്ക് ഭയങ്കര ഒരു വേറെ രീതിയിലോട്ട് പോകുന്നതെന്ന് എനിക്കറിയാം. ആർക്കോ വേണ്ടിയാന്ന് എനിക്കറിയാം. മലയാളത്തിൽ പ്രാർത്ഥിച്ചാലും കേൾക്കും, ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാലും കേൾക്കും. ഏത് പ്രാർത്ഥിച്ചാൽ മതി. ഇനി പ്രാർത്ഥിക്കാൻ പറ്റാത്ത സന്ദർഭമുണ്ട്. ഒരു പാപിനിയായ സ്ത്രീ യേശുവിന്റെ കാൽക്കൽ വന്നിരുന്ന് കരഞ്ഞു.
കണ്ണുനീര് കൊണ്ട് കാല് കഴുകി, തലമുടി കൊണ്ട് തുടച്ചു. എന്റെ ചോദ്യം, ഒരു വാക്ക് അവള് പ്രാർത്ഥിച്ചോ? എന്റെ പാപം ക്ഷമിക്കണേ എന്ന് പറഞ്ഞോ? നോ. അവള് കണ്ണുനീര് കൊണ്ട് കാല് കഴുകി തലമുടി കൊണ്ട് തുടച്ചു കഴിഞ്ഞിട്ട് അവൾ എഴുന്നേക്കുമ്പോൾ യേശു പറഞ്ഞു, ഇവളുടെ അനവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുകയാണ്. ക്ഷമിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്നാന്നറിയോ? ആ ചൂടുള്ള കണ്ണുനീരിനകത്തുനിന്ന് 1000 പ്രാർത്ഥനയുടെ ശബ്ദങ്ങൾ അവൻ വായിക്കുകയാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് മിണ്ടാൻ പറ്റാത്ത, പ്രാർത്ഥിക്കാൻ പറ്റാത്ത, വാ തുറക്കാൻ പറ്റാത്ത, കരയാൻ മാത്രം കഴിയുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ലാബുണ്ട്, കഫം ടെസ്റ്റ് ചെയ്യുന്ന ലാബുണ്ട്, ഈ ലോകത്തിലെ എല്ലാ ടെസ്റ്റുകളും നടത്തുന്ന ലാബുകളുണ്ട്. പക്ഷെ ഇന്ന് വരെ കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാബ് ഞാൻ എങ്ങും കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു ലാബ് സ്വർഗത്തിലുണ്ട്. എന്നിട്ട് നിനക്ക് റിപ്പോർട്ട് തരും, നീ എന്തിനാ കരഞ്ഞെന്ന്. ഹല്ലേലൂയ. എന്തിനാ കരഞ്ഞെന്ന് നിനക്ക് അവൻ റിപ്പോർട്ട് തരും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്ത സന്ദർഭങ്ങളിലുള്ള കണ്ണുനീര് പോലും അവൻ തിരിച്ചറിയുന്നു. ഏത് നിലയിൽ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുന്നു. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ